ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തിയുടെ കാർമേഘം ഇരുണ്ടുകൂടുകയാണ്. ചോര ചിന്തിയ പോരിനൊടുവിൽ ധാരണയിലെത്തിയ വെടിനിർത്തൽ അവസാനിക്കാൻ ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രം. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ആദ്യം നടത്തിയ ചർച്ച അലസിപ്പിരിഞ്ഞു. രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് ഇന്ന് ഇറാൻ എത്തിയതേയില്ല. പുഞ്ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന അമേരിക്കയുടെ ഇരട്ട നിലപാടിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമൂസിൽ ഇറാൻ കപ്പലിനെ അമേരിക്ക തടഞ്ഞതാണ് ഇനി ചർച്ചയെ വേണ്ടെന്ന തീരുമാനത്തിലേക്ക് ഇറാനെ എത്തിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ കടൽ കൊള്ളയ്ക്ക് കനത്ത മറുപടി എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതോടെ ലോകത്തിന്റെ ആശങ്ക വീണ്ടും കടലോളം ഉയരുകയാണ്. ഇറാനിൽ ഭരണമാറ്റമടക്കം ലക്ഷ്യമിട്ട് അമേരിക്കയും ഉറ്റച്ചങ്ങാതി ഇസ്രയേലും തുടങ്ങിയ യുദ്ധം ഒടുവിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കലിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ അശാന്തി നിറഞ്ഞ പോരിന്റെ ദുരന്തം ലോകരാജ്യങ്ങളിൽ എണ്ണവില വർധനയായും പാചകവാതക പ്രതിസന്ധിയായും അലയടിക്കുകയാണ്. രണ്ടാം വട്ട ചർച്ച നടക്കാനിരുന്നാൽ ഇറാന്റെ അന്ത്യം എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ കരാറിന്റെ സമയം കൂടി തീരുന്നതോടെ ഇനി എന്ത് എന്ന ആശങ്കയിലാണ് ലോകം. കടൽ കൊള്ളക്കാരോ എന്നതാണ് ചോദ്യം. കോസ്റ്റ് ഗാർഡ് മുൻ മേധാവി ശ്രീ ഡോക്ടർ പ്രഭാകരൻ പലേരി, ഡോക്ടർ മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ, ഡോക്ടർ പി.ജെ. വിൻസൻ വിദേശകാര്യ വിദഗ്ധൻ, നിർമ്മൽ എബ്രഹാം വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ പ്രഭാകരൻ പലേരിയിലേക്ക് പോവുകയാണ്. ശ്രീ പ്രഭാകരൻ പലേരി, ഇപ്പോൾ ഇന്ന് രണ്ടാം വട്ട ചർച്ച ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ അതിലേക്ക് ഇറാൻ എത്തിയിട്ടില്ല. ഇനി എന്ത് എന്ന ആശങ്ക ശക്തമല്ലേ? ചർച്ചകൾക്ക് ഇനിയുള്ള സാധ്യത അങ്ങ് എത്രത്തോളം കാണുന്നു? ഈ 21-ാം നൂറ്റാണ്ടിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രങ്ങൾ 18-ാം നൂറ്റാണ്ടിന്റെ സ്വഭാവം കാണിക്കുമ്പോൾ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഒരു തോന്നലാണ് ഞങ്ങളെ പോലെയുള്ളവർക്ക് വരുന്നത്. ഇവിടെ നടക്കുന്ന സംഘട്ടനം ഒരു യുദ്ധമായിട്ട് ഞാൻ കാണില്ല. കാരണം യുദ്ധം എന്ന് പറയുന്നത് ഞാൻ കണ്ട അവസാനത്തെ യുദ്ധം 2021 അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധമായിരുന്നു. ഇത് ഡിക്ലെയർ ചെയ്യാത്ത സംഘട്ടനമാണ് ഞാനിപ്പോൾ കാണുന്നത്. അങ്ങനെ ഇനി ലോകം മുന്നോട്ട് പോകില്ല. അത് ഒരു തരത്തിൽ നോക്കിയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് ഭരണകർത്താക്കൾ ഇത്രയും മോശമാണോ എന്ന് തോന്നിപ്പോകുമ്പോൾ ഇവർ മൂന്ന് കൂട്ടരും ലോക ജനതയുടെ മുമ്പിൽ കുറ്റക്കാരാണ്. അത് കാണുന്നുണ്ട്, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം പണമാണോ, റിസോഴ്സസ് ആണോ? ഏത് യുദ്ധത്തിന്റെ പിന്നിലും വിഭവങ്ങളുടെ ഭിന്നിപ്പുണ്ടാകും, റിസോഴ്സ് ഉണ്ടാകും. ഉദാഹരണമായിട്ട് ലോകത്തിൽ ആദ്യം നടന്ന യുദ്ധം 35,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് തീ എടുക്കുവാൻ വേണ്ടിയാണ്. ഒരു കൂട്ടർക്ക് തീ ഉണ്ടാക്കാൻ അറിയും, ഒരു കൂട്ടർക്ക് തീ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഒരു കൂട്ടർ മറ്റവരുടെ അടുത്ത് പോയിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അഗ്നി കടത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു വക എല്ലാ യുദ്ധങ്ങളും റിസോഴ്സിന് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന യുദ്ധം റിസോഴ്സ് ആണ് അതിന്റെ കാരണമെങ്കിലും അത് വാസ്തവത്തിൽ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കാരണങ്ങളുണ്ട്, പക്ഷെ അത് ചെയ്യുന്ന ആ കാരണം നമ്മൾ പറയുക മാത്രമാണ് ഇതാണ് കാരണം എന്ന്. പക്ഷെ ഇതിന്റെ പിറകിൽ വ്യക്തികളുടെ അതോറിറ്റി നാം കാണുന്നുണ്ട്. ആ അതോറിറ്റി ഉപയോഗിച്ച് അവർ സ്വയം വലുതാകാൻ ശ്രമിക്കുകയാണോ എന്നുള്ളൊരു സംശയത്തിലേക്കാണ് ഞാനിപ്പോൾ വരുന്നത്. ഇവിടെ ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഉള്ളത്. വിദ്യാർത്ഥികളുമായി പലതും ഡിസ്കസ് ചെയ്യാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ രണ്ടു കൂട്ടരും കുറ്റക്കാരാണ്. ഇതിന് മൂന്നാമതായിട്ട് ലോകരാഷ്ട്രങ്ങൾ ഇവർക്കെതിരായിട്ട് ഒന്നിച്ചാൽ മാത്രമേ ഇതിനെ കുറച്ച് സമാധാനം വരാൻ സാധ്യതയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം 1951 മുതലാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം, ഈ സംഘടനകൾ തുടങ്ങിയിരിക്കുന്നത്. ഇതുവരെ അമേരിക്കക്ക് ഇറാനെയോ അമേരിക്കയോ തളർത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഒരുപാട് നഷ്ടം ലോകത്തിന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവർക്കെതിരായിട്ട് വാണിംഗ് കൊടുക്കണം. പക്ഷെ അതിന് നമ്മുടെ ഐക്യരാഷ്ട്രസഭയ്ക്ക് യാതൊരു ശക്തിയും ഞാൻ കാണുന്നില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. ഞാനും നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളെ പോലെയുള്ള ഗവേഷകന്മാർക്ക്
പഠിക്കാൻ ഒരുപാട് സംഗതികളുണ്ട്. പക്ഷെ ഒരു തരത്തിലും ലോകം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ഞാൻ പറയില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. അത് കണ്ടു തീർക്കുക തന്നെ വേണം. ഒരു സമയത്ത് അവർക്ക് തളർച്ച വരും. ആ തളർച്ച വരുമ്പോൾ അവർ തന്നെ പിന്മാറും. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ലോകം സഹിക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പൂട്ട് രണ്ട് പൂട്ടുകളിട്ട് ഒരു വീട് പൂട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു അന്യോന്യമുള്ള സംഘർഷമുള്ള രണ്ട് വ്യക്തികൾ രണ്ട് പൂട്ടുകൾ കൊണ്ട് എങ്ങനെ പൂട്ടിയാൽ എങ്ങനെയുണ്ട്? അതാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഹോർമൂസ് കടലിടുക്ക് 27 കടലിടുക്കുകളിൽ ഒന്നാണ്. കടലിടുക്കുകൾ എന്ന് പറയുന്നത്, സ്ട്രേറ്റ്സുകൾ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ കോമൺസ് ആണ്. ഒരാൾക്കും തടയാനുള്ള അവകാശമില്ല, ഒരു രാഷ്ട്രത്തിനും അത് തടയാനുള്ള അവകാശമില്ല. ലോകത്തിലെ എല്ലാ കപ്പലുകൾക്കും പോകാനുള്ള അനുവാദം കൊടുക്കണം. അതാണ് കടലിടുക്കുകൾക്ക് അന്താരാഷ്ട്ര നിയമപ്രകാരം നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നില്ല ഇവിടെ. കടലിടുക്കുകൾ ഒരാളുടെയും സ്വന്തമല്ല എന്നുള്ള കാര്യം അത് ഞാൻ തുറന്നു പറയുകയാണ്. കാരണം പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒരാൾക്കും ഒരു സ്ട്രേറ്റും ഒരു കടലിടുക്കും ഒരു രാഷ്ട്രത്തിനും അതിൽ കൂടെ പോകുന്നതാണെങ്കിൽ തന്നെ അത് തടയാനുള്ള അധികാരം ഇല്ല അന്താരാഷ്ട്ര നിയമത്തിൽ. കാരണം അത് ഗ്ലോബൽ കോമൺസ് ആണ്. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അതാണ് ഇവർ തടഞ്ഞിരിക്കുന്നത്. പക്ഷെ അതേസമയം വേറൊരു സംഗതി ഞാൻ നോക്കുകയാണെങ്കിൽ, അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള ഐക്യരാഷ്ട്രസഭയുടെ UNCLOS എന്ന് പറയുന്ന ലോ ഓഫ് ദി സീ കൺവെൻഷൻ ഈ 3 രാഷ്ട്രങ്ങളും ഇസ്രയേലോ അമേരിക്കയോ ഇറാനോ അംഗീകരിച്ചിട്ടില്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര നിയമത്തിലുള്ള പല പിഴവുകളും, അതിന് പറയുന്നത് നോൺ ലിക്വിഡ് എന്നാണ്. അതായത് നിയമമില്ലാത്ത ഒരു അവസ്ഥ, ലീഗൽ വാക്യൂം എന്ന് പറയും അതിന്. അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ പലതരത്തിലും നോക്കുകയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ മുൻകൈ എടുത്തിട്ട് കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ 3 രാഷ്ട്രങ്ങളോടും നിർത്താൻ വേണ്ടി ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ പറയേണ്ട ആവശ്യം വരുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഇപ്പോൾ യുദ്ധ കുറ്റവാളിയാണല്ലോ നെതന്യാഹു. നെതന്യാഹു ആണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ പ്രമുഖനായ ഒരാളായി നിൽക്കുന്നത്. ഡോക്ടർ PJ വിൻസെന്റ്, ഇപ്പോൾ ഇറാന്റെ ചരക്ക് കപ്പൽ ടോസ്കെ ആക്രമിച്ചതാണ് ഇറാന്റെ ഏറ്റവും ശക്തമായ നിലപാടിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചർച്ചയിലേക്ക് ഇല്ല എന്ന് തന്നെ അവർ പറയുകയാണ്. അപ്പോൾ ആദ്യം മുതലുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇറാൻ ഉദ്ദേശിച്ച രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? അവർക്കാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നതിൽ തർക്കമില്ല. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ നിലപാട് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഗൾഫ് മേഖലയിൽ ആക്രമിക്കുക, ഏറ്റവും പ്രധാനമായി ഹോർമൂസുമായി ബന്ധപ്പെട്ട് അവരെടുക്കുന്ന നിലപാട്, ആ തരത്തിൽ അമേരിക്ക വിചാരിച്ച രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളല്ലേ യാഥാർത്ഥ്യം? ഈ ഫെബ്രുവരി 28-ന് അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് ഇറാനെ ആക്രമിക്കുകയും ആയത്തുള്ള അലി ഖംനെയി അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുകയും ചെയ്തതിൽ നിന്നാണ് ഇപ്പോഴത്തെ സംഘർഷം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഇറാൻ ഏതവസ്ഥയിലാണോ, ഒരുപക്ഷെ അതിനേക്കാൾ ശക്തമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇറാനുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ യുദ്ധം ആരംഭിക്കുന്നത് ഇറാനെ പൂർണ്ണമായി ദുർബലമാക്കുവാനും രാഷ്ട്രീയ ലക്ഷ്യം, തന്ത്രപരമായ ലക്ഷ്യം അത് മുന്നോട്ട് വെച്ചിട്ടായിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യം റെഷീം ചേഞ്ചാണ്. അതിനുള്ള വിദൂര സാധ്യത പോലും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഈ ഫെബ്രുവരി 28-ൻ്റെ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് ആംനസ്റ്റി ഇൻ്റർനാഷണലെല്ലാം മുന്നോട്ട് വെക്കുന്ന കണക്ക് പ്രകാരം, ശരിയാണോ എന്നറിയില്ല, 35,000-ഓളം ആളുകളാണ് അവിടുത്തെ ഗവൺമെൻറ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല ചെയ്യപ്പെട്ടത്. ആ രൂപത്തിൽ ഇറാൻ ആഭ്യന്തര രംഗത്ത് പൂർണ്ണമായും തകർന്നടിഞ്ഞ ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ആ സന്ദർഭത്തിലാണ് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ പക്ഷേ ഇറാൻ കൂടുതൽ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിലുള്ള ഇസ്ലാമാബാദ് ടോക്സ് ആരംഭിച്ച ഘട്ടത്തിൽ ഈ ലെബനൻ വെടിനിർത്തൽ, ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം ശക്തമായി ഇറാൻ മുന്നോട്ട് വെച്ചു. അത് അമേരിക്കയ്ക്ക് അംഗീകരിക്കേണ്ട വന്നു. പിന്നീട് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും അവരത് അടച്ചു. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ചർച്ചയിലും അമേരിക്ക 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു, ഇറാൻ 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. രണ്ടും പ്രയോഗതലത്തിൽ ഒരു അക്കോർഡിലേക്ക്, ഒരു കരാറിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിലും
വളരെ കൃത്യമായി ഇറാന് അവരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ഒരു ഏകീകൃതമായ ഭരണ നേതൃത്വമൊന്നും ഇറാനിലില്ല എന്നുള്ളതും ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. IRGC ആണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതോ അരാക്ചി ആണോ തീരുമാനിക്കുന്നത്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇറാനിയൻ പാർലമെൻറ്റായ മജ്ലിസിൻ്റെ സ്പീക്കറാണ് ബാഫക്കി. അപ്പം ഇത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഭരണകൂടം, തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പെസഷ്കിയാൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ പ്രതിനിധികളാണ് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കേണ്ടത്. അപ്പം ഈ പാർലമെൻറ്റ് സ്പീക്കർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭരണപരമായ പദവിക്ക് അല്ല, ഒരു അന്താരാഷ്ട്ര കരാറിലൊന്നും ഒപ്പുവെക്കാൻ പറ്റുന്ന പദവിയിലുള്ള ഒരാളല്ല. അപ്പം ഈ ഇറാനിനകത്ത് ഇത്തരത്തിൽ ആഭ്യന്തര സംഘർഷങ്ങളുണ്ട്. പലപ്പോഴും പെഷസ്കിയാൻ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തിന് വിപരീതമായി IRGC പ്രവർത്തിക്കുന്ന സാഹചര്യം അവിടെയുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സംഘർഷം കൂടുതൽ മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന താല്പര്യങ്ങൾ, അത് വിഭവ നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് നേരത്തെ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചതിലേക്ക് തന്നെ നമ്മൾ വരേണ്ട ഒരു കാര്യവുമാണ്. ഇപ്പോൾ ശീതയുദ്ധാനന്തരമുള്ള ലോകത്തിൽ അമേരിക്ക ഇത്തരത്തിലുള്ള ഒട്ടനവധി സംഘർഷ മേഖലകൾ തുറന്നിട്ടുണ്ട്. അതെല്ലാം വിഭവങ്ങൾ നിയന്ത്രിക്കുവാനും ആ പ്രദേശത്തിൻ്റെ തന്ത്രപരമായ പ്രാധാന്യത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അത് ചിലിയിൽ സാൽവദോർ അലൻഡെ അദ്ദേഹം കോപ്പർ മൈനുകൾ ദേശസൽക്കരിച്ചപ്പോഴാണ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് അഗസ്റ്റീനോ പീനോഷെ എന്ന ഏകാധിപതി അവിടെ പ്രതിഷ്ഠിക്കുന്നത്. ഇറാനിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സുന്ദരമായ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നയാളാണ് മുഹമ്മദ് മൊസദിഖ്. 1952 അദ്ദേഹം ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ദേശസാൽക്കരിച്ചപ്പോഴാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്. പിന്നീട് അദ്ദേഹം വീട്ടുതടങ്കലിലായി 1967 അദ്ദേഹം മരണപ്പെടുന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇപ്പോഴും ഈ ഹോർമൂസ് കടലെടുക്ക് മാത്രമല്ല, ഈ പേർഷ്യൻ ഗൾഫിൻ്റെ തന്ത്രപരമായ പ്രാധാന്യവും അതോടൊപ്പം ആ മേഖലയിലുള്ള വിഭവങ്ങളുടെ നിയന്ത്രണവും തന്നെയാണ് അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം ഈ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വാധീനം അവിടെയുണ്ട്. നിരവധി സൈനിക താവളങ്ങൾ അവർക്കുണ്ട്. ഗൾഫിലെ സമ്പന്ന രാഷ്ട്രങ്ങളെല്ലാം അമേരിക്കയുടെ സൈനിക കുടയ്ക്ക് കീഴിലാണ്. അപ്പോൾ അത് അവരുടെ ഒരു പ്രൊട്ടക്ടറേറ്റാണ്. ഈ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പ്രൊട്ടക്ടറേറ്റ് എന്ന് പറയാവുന്ന രാജ്യങ്ങളാണ്. അതേസമയം ഈ അവിടെയുള്ള അറബ് ഓയിൽ റിച്ച് മൊണാർക്കീസും ഇറാനും തമ്മിൽ ശീതയുദ്ധം നിലനിൽക്കുന്നുണ്ട്. അതിൽ ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട്. ഇത്തരം ഘടകങ്ങളെല്ലാം ഉണ്ട്. സൗദി അറേബ്യ ആവട്ടെ ഇറാനുമുള്ള ശീതയുദ്ധം ഒരുപക്ഷെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഉള്ളതുപോലെ തന്നെ ശക്തമായ ഒരു പ്രാദേശികമായ സംഘർഷമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതുവരെ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അമേരിക്കയിൽ പക്ഷേ ട്രംപ് വന്നതോടുകൂടി ഒരു കാര്യത്തിനും ഒരു നിശ്ചിതത്വം ഇല്ല എന്നുള്ള ഒരു സാഹചര്യം വന്നു. അതുകൊണ്ടാണ് ഈ സമാധാന പ്രക്രിയ തുടങ്ങിയ സമയത്തും അത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഒരു കാര്യങ്ങൾക്കും തീർച്ചയില്ലാത്ത ഒരു പ്രസിഡന്റ് അമേരിക്കയിലുണ്ട് എന്നുള്ളതാണ്. കാരണം എല്ലാ സമാധാന പ്രക്രിയയിലും കൃത്യമായ ആശയങ്ങൾ, ഒരു ലക്ഷ്യം ഒക്കെ വെച്ചിട്ടാണല്ലോ ചർച്ച ചെയ്യുക. അങ്ങനെ ഏത് തരത്തിൽ ചർച്ച ചെയ്തൊരു എഗ്രിമെൻറ്റിൽ എത്തിയാൽ പോലും ഏകപക്ഷീയമായി അതിൻ്റെ അകത്ത് നിന്ന് പിന്മാറുവാനോ അത് റദ്ദാക്കുവാനോ ഒരു മടിയില്ലാത്ത പ്രസിഡന്റാണ് ഈ സമാധാന പ്രക്രിയയിൽ നിൽക്കുന്നത്. അത് വലിയൊരു പ്രതിസന്ധിയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, പാകിസ്ഥാൻ എന്ന ഒരു രാജ്യമാണ് ഇതിന് മധ്യസ്ഥത വഹിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള റിലയബിലിറ്റിയും ഇല്ലാത്ത രാജ്യമാണ്. അവർ ചൈനയുടെ ഒരു വാസൽ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ അർത്ഥത്തിലും. രണ്ടാമതായിട്ട് അവർക്ക് ഇറാൻ്റെ ആർച്ച് എനിമിയായിട്ടുള്ള, ഇറാനുമായി നിരന്തരം സംഘർഷത്തിൽ ഇരിക്കുന്ന സൗദി അറേബ്യയുമായിട്ട് സൈനിക സഖ്യത്തിൽ ഒപ്പിട്ട രാജ്യമാണ് പാകിസ്ഥാൻ. അത് അമേരിക്കയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അമേരിക്കയുടെ ബാർക്കിംഗ് ഡോഗ്, വാർ ഡോഗ് എന്നൊക്കെയാണ് ശീതയുദ്ധകാലത്ത് പാകിസ്ഥാൻ അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ അസീം മുനീറിലും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ യാതൊരു റിലയബിലിറ്റിയും ഇല്ലാത്ത ഒരു മധ്യസ്ഥൻ്റെ അപ്പുറം ഇപ്പുറയും ഇരുന്നിട്ടാണ് ഈ ചർച്ച നടക്കുന്നത്. അപ്പം ഒരു ഭാഗത്ത് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രസിഡൻറ്റും റിലയബിലിറ്റി ഇല്ലാത്ത ഒരു മീഡിയേറ്ററും
യഥാർത്ഥത്തിലുള്ള പ്രതിനിധികൾ പങ്കെടുക്കാത്ത ഇറാൻ്റെ പ്രതിനിധികളെ, ആ ഇറാൻ്റെ ഭരണകൂടം, ഇറാനെ ആര് നിയന്ത്രിക്കുന്നു, എന്താണ് ഇറാനിലെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ രൂപത്തിലുള്ള വളരെ സവിശേഷമായിട്ടുള്ള ഒരു സമാധാന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമാധാന പ്രക്രിയ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെന്ന് പോലും പറയാൻ സാധിക്കില്ല. ഇതിനു മുമ്പ് നടന്നതിൽ നേരിട്ട് ഇറാൻ്റെ പ്രതിനിധികളും അമേരിക്കയുടെ പ്രതിനിധികളും പങ്കെടുത്തിട്ടില്ല എന്നതുകൂടി നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. മീഡിയേറ്ററായിട്ട് അമേരിക്ക അവരുടെ ആവശ്യങ്ങൾ പാകിസ്ഥാനെ അറിയിക്കും, പാകിസ്ഥാനോട് ഇറാൻ്റെ പ്രതിനിധികൾ പാകിസ്ഥാനോട് സംസാരിക്കുകയും. അപ്പോൾ ഇതിലൊരു പോസ്റ്റ്മാൻ്റെ റോളാണ് ഇസ്ലാമാബാദ് വഹിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സമാധാന പ്രക്രിയ മുന്നോട്ട് പോകാതെ മറ്റൊരു സാധ്യതയുമില്ല. ഇന്ത്യയുടെ കപ്പലുകൾ രണ്ടാമത്തെ ചർച്ചയിൽ JD വാൻസ് ആണല്ലോ പങ്കെടുക്കുന്നത് അമേരിക്കയിൽ നിന്ന്. അവിടെയാണ് മാരകമായ അനിശ്ചിതത്വത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ട്രംപ് തന്നെ പറഞ്ഞത് സുരക്ഷാ കാരണങ്ങളാൽ വൈസ് പ്രസിഡന്റിനെ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് വൈസ് പ്രസിഡന്റ് പങ്കെടുക്കും. മാത്രമല്ല ബുധനാഴ്ച ചർച്ച നടക്കുകയാണ്. ബുധനാഴ്ച ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ JD വാൻസ് പങ്കെടുത്തേക്കാം. ഏതായാലും ജാരദ് കുഷ്ണർ അവിടെ പങ്കെടുക്കുകയാണ്, വിറ്റ്കോഫ് പങ്കെടുക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഏപ്രിൽ 19 വെയ്വർ അവസാനിക്കുകയാണ്. ഇന്ത്യക്ക് ഈ ആഗോള എണ്ണ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള അനുമതി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നൽകിയിരുന്നു. ഇന്ത്യയും ചൈനയും ഒക്കെയാണ് ലോകത്തിൽ ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ. അപ്പം ആ ഒരു സാങ്ഷൻ വെയ്വർ ഈ ഏപ്രിൽ 19 അവസാനിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ഈ മേഖലയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടനകളാണ് ഇന്ത്യ, ചൈന, ജപ്പാൻ. അപ്പോൾ ഈ സമ്പദ്ഘടനകളെയൊക്കെ അത് ഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ലോകരംഗവും, അതെ തീർച്ചയായിട്ടും അതെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പുറമെ എണ്ണ സുരക്ഷിതത്വത്തെക്കാൾ പ്രശ്നം 1 കോടിയോളം വരുന്ന ആളുകളാണ്. 90 ലക്ഷത്തോളം ആളുകൾ അവിടെയുണ്ട്. അവരുടെ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഒരു 10. അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ വിശ്വസിക്കാനാകാത്ത ഒരു ഭരണാധികാരി, ഒരു വ്യവസ്ഥയില്ലാത്ത ഭരണാധികാരി എന്ന രൂപത്തിൽ ഡൊണാൾഡ് ട്രംപിനെ കരുതേണ്ടി വരില്ലേ? കാരണം ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നത് ഇറാൻ പല കാര്യങ്ങളും സമ്മതിച്ചു കഴിഞ്ഞു, ആണവ സമ്പുഷ്ടീകരണം നിർത്താൻ സമ്മതിച്ചു കഴിഞ്ഞു, ചർച്ചകൾക്ക് തയ്യാറായി വന്നു കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പുറത്ത് ഇറാൻ പറയുന്നു ഇല്ല, ഞങ്ങൾ തയ്യാറല്ല എന്ന്. വിശ്വസിക്കാനേ പറ്റില്ല. എന്താണ് പറയുക എന്ന്. ഒരു വശത്ത് സമാധാനം ശ്രമങ്ങൾ നടത്തുന്നു, ചർച്ചകൾക്ക് തയ്യാറാണ്, ഇനി അടുത്ത ഘട്ടം ചർച്ചയാണെന്ന് പറയുന്നു, അടുത്ത ഘട്ടത്തിൽ അത് ഭീഷണിയായി മാറുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുക. യഥാർത്ഥത്തിൽ ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ഇടയ്ക്ക് ഒന്നുമില്ലാത്ത വെടിനിർത്തൽ വന്നിരിക്കുന്ന ഒരു കാര്യം നടന്നിട്ടുണ്ടോ? വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു, അത് കൃത്യമായി അത് ബുധനാഴ്ച അവസാനിക്കാനിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഈ ഏറ്റുമുട്ടൽ ഇതിനിടയ്ക്കൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഒരു വെടിനിർത്തൽ നടപ്പായിട്ടുണ്ടോ എന്ന കാര്യം സംശയമല്ലേ ഡോക്ടർ മോഹൻ? സ്മൃതി, പൂർണ്ണ അർത്ഥത്തിൽ വെടിനിർത്തൽ ആ രീതിയിൽ സാധ്യമായിട്ടില്ല എന്ന് തന്നെയാണ് നിഗമനം. ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ഇരിക്കുമ്പോൾ പറയും ഇതാ വെടിനിർത്തിയിരിക്കുന്നു. പക്ഷേ അടുത്ത നിമിഷം മറ്റൊരു പ്രസ്താവനയിലൂടെ വെടിനിർത്തലിന്റെ ഇഫക്റ്റ് നള്ളിഫൈ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ സന്നദ്ധമായപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു സംയമനം പ്രതീക്ഷിച്ചു. പക്ഷേ ഇറാനെ കർശനമായി നേരിടുമെന്ന രീതിയിലുള്ള ജിങ്കോയിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ്സുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോയത്. അത് മാത്രമല്ല, ഇറാനെതിരെയുള്ള നാവിക ഉപരോധം കർശനമായി തുടരുമെന്ന് ആ സമയത്ത് പ്രസ്താവന ഇറക്കുക വഴി ഒരു ഗുഡ്വിൽ ജസ്റ്റർ നടത്താനുള്ള ഒരു അവസരമാണ് ഡൊണാൾഡ് ട്രംപ് കളഞ്ഞു കുളിച്ചത്. അപ്പോൾ ഇത് തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടി അയയും എന്ന രീതിയിലുള്ള ഒരു മലയാള പഴഞ്ചൊല്ലുണ്ടല്ലോ. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് ലെബനന് നേരെ നടന്ന അതിഭയങ്കരമായ ആക്രമണം അത് അവസാനിപ്പിച്ചുകൊണ്ട് 10 ദിവസത്തെ വെടിനിർത്തൽ അവിടെ സാധ്യമായി. അതൊരു ഒലിവ് ബ്രാഞ്ചായി കണ്ടുകൊണ്ടാണ് ഇറാൻ പറഞ്ഞത് തങ്ങളും വെടിനിർത്താൻ തയ്യാറാണ്, തങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്, ഹോർമോസ് കടലിടുക്ക് ഒരു ഫ്രണ്ട്ലി ജസ്റ്റർ എന്ന നിലയിൽ തുറന്നിടാൻ തയ്യാറാണ്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സുഗമമായി നടക്കും. പക്ഷെ ഇവിടെയാണ് ശ്രീ പ്രഭാകരൻ പലേരി പറഞ്ഞ ഡബിൾ ലോക്കിന്റെ പ്രസക്തി. ഇറാൻ മാത്രം തുറന്നിട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. അമേരിക്ക ഇറാനെതിരെയുള്ള നാവിക ഉപരോധം തുടരുകയും ഇറാൻ മാത്രം ഹോർമൂസ് തുറന്നിടുകയും ചെയ്യുന്നത് ഒരു ഇരട്ടത്താപ്പായി ഇറാൻ കരുതി. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും വൈകി വന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാന്റെ കപ്പലുകളെ അമേരിക്ക
തട്ടിക്കൊണ്ടുപോയി എന്ന മട്ടിലാണ്, അല്ലെങ്കിൽ തടഞ്ഞു വെക്കുകയും അത് കൊണ്ടുപോവുകയും ചെയ്തു. പൈറസി എന്ന വാക്കാണ്, കടൽ കൊള്ള, കപ്പൽ കൊള്ള എന്ന വാക്കാണ് ഇറാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉപരോധവും കൗണ്ടർ ഉപരോധവും, അമേരിക്കയുടെ വക ഉപരോധം ഒരു വശത്തെ, ഇറാന്റെ വക അടച്ചിടൽ മറുവശത്തെ, ഇത് രണ്ടും ചേരുമ്പോൾ ഹോർമൂസ് എന്നത് വലിയ സങ്കീർണമായ ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുന്നു. ഇനി എന്താണ് അതിന്റെ ഒരു പരിഹാര മാർഗം? ഇതിന്റെ ഒരു പ്രോസസ്സിൽ ട്രംപ് വാ തുറക്കാതിരുന്നാൽ തന്നെ പല കാര്യങ്ങളും പരിഹരിക്കപ്പെടും. ഇവിടെ ഒരു ചില സമയത്ത് പറയാതിരിക്കുന്നതും മൗനം പാലിക്കുന്നതും നയതന്ത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. നോക്കൂ, ഡൊണാൾഡ് ട്രംപിനെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ 3 ഡയമെൻഷണൽ ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം റിയാലിറ്റി താരമാണ്. റിയാലിറ്റി ടെലിവിഷൻ ഷോയിലൊക്കെ പങ്കെടുക്കുന്ന, അങ്ങനെ പ്രശസ്തിയിലേക്ക് ഉയർന്ന ഒരാളാണ്. അതിനു മുൻപ് തന്നെ അദ്ദേഹം ബിസിനസ്സുകാരനാണ്, അറിയപ്പെടുന്ന ആഗോള ബിസിനസ്സുകാരനാണ്. ട്രംപ് എംപയറിന്റെ ഉടമയാണ്. അപ്പോൾ ഒരു ബിസിനസ് അക്യൂമൻ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയുള്ള നെഗോഷിയേറ്റിംഗ് സ്കിൽ ഉണ്ടാവാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം വിജയകരമായി ബിസിനസ് ചെയ്യാൻ കഴിയുന്നത്. മറുവശത്ത് അദ്ദേഹം വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്നൊരു വേദിയാണ് റിയാലിറ്റി ഷോ. അപ്പോൾ ഒരു ഷോ മാൻ കൂടിയാണ്. അതേസമയം ഹീസ് ദ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക, തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി. ആർഗ്യുമെന്റേറ്റീവ്ലി പറഞ്ഞാൽ അദ്ദേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി, ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ പ്രസിഡന്റ്. ഈ 3 റോളുകളും ഒരു വ്യക്തിയിൽ സമ്മേളിക്കുമ്പോൾ അതിൽ ഏതാണ് മുന്നോട്ട് പോകേണ്ടത്? തന്റെ പൂർവാശ്രമത്തിലെ റോളുകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് പൂർണ്ണമായി ഒരു സ്റ്റേറ്റ്സ്മാനായി സമചിത്തതയോടുകൂടി ചർച്ചകളെ കാണുകയും പറയുന്ന വാക്കിന് ഉറപ്പുണ്ടാവുകയും ഒരു കൺസിസ്റ്റൻസി, ഇതാണ് വിശ്വാസ്യതയുടെ അടിസ്ഥാനം. ആ വിശ്വാസ്യത ട്രംപ് തന്നെ നഷ്ടപ്പെടുത്തി. ഹോർമൂസിന്റെ കാര്യം മാത്രം ഉദാഹരണമായി എടുത്താൽ തന്നെ, ആദ്യം ഹോർമൂസ് തങ്ങൾ ബലം പ്രയോഗിച്ച് തുറക്കുമെന്ന് പറയുന്നു. പിന്നീട് പറയുന്നു തങ്ങൾക്ക് ഹോർമൂസിൽ ഒരു കാര്യവുമില്ല, അവിടെ ഒരു തുള്ളി എണ്ണ ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി, ചൈനയോ റഷ്യയോ ഇന്ത്യയോ ആര് വേണമെങ്കിലും ഹോർമൂസ് വന്ന് തുറന്ന് എണ്ണ കൊണ്ടുപോകൂ എന്നായി. പിറ്റേ ദിവസം പറഞ്ഞു ഞങ്ങൾ റഷ്യയുടെ സഹായത്തോടെ, ചൈനയുടെ സഹായത്തോടെ, അല്ലെങ്കിൽ യൂറോപ്യൻ സമൂഹത്തിന്റെ സഹായത്തോടു കൂടി ഹോർമൂസ് തുറക്കും. പിറ്റേന്ന് പറയുന്നു അവിടെ ഞങ്ങൾ പിന്മാറുകയാണ്. ഇങ്ങനെ മാറ്റിയും മറിച്ചും പറയുകയാണ് ഹോർമൂസിനെ കുറിച്ച്. ഇനി ആണവ ഇന്ധനത്തെക്കുറിച്ച് എന്താണ് പറയുക? ആണവ സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് എന്താണ് പറയുക? യഥാർത്ഥത്തിൽ ഡോക്ടർ പി ജെ വിൻസെന്റ് പറഞ്ഞത് തന്നെയാണ് എന്റെ യാഥാർത്ഥ്യം. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് യഥാർത്ഥ വിഷയം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പ്രക്രിയ തന്നെയായിരുന്നു. ആണവ ഇന്ധനം ഉണ്ടാക്കാൻ പാടില്ല, ആണവ പോർമുനകൾ ഇറാൻ സംഘടിപ്പിക്കാൻ പാടില്ല. ഇതാണ് ഒരു മിനിമം റിക്വയർമെന്റ്. അത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ ഒരു മിനിമം ഡിമാൻഡാണ്. അതിനോട് ഭാഗികമായി ഈൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ IAEA ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ഷന് വിധേയമാവാൻ ഇറാന്റെ നേതൃത്വം തയ്യാറായതാണ്. നെഗോഷിയേറ്റ് ചെയ്ത സമയത്ത് 3 റൗണ്ട് നെഗോഷിയേഷൻസ് കഴിഞ്ഞു. ഒന്ന് ഒമാനിൽ വെച്ചും മറ്റ് 2 സ്വിറ്റ്സർലൻഡിൽ വെച്ചും ഉള്ള നെഗോഷിയേഷനിൽ വ്യക്തമായ ധാരണയിൽ ഏതാണ്ട് എത്തുന്ന ഒരു ഘട്ടത്തിലാണ് നാടകീയമായി ഫെബ്രുവരി 28, 2026 ആക്രമണം അഴിച്ചുവിടുന്നത്, ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്. അപ്പോൾ വിശ്വാസ്യത അവിടെ തകരുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ചർച്ച എന്നതൊരു പ്രഹസനമല്ലേ? അല്ലെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള നാവിക സന്നാഹം, വ്യോമ സന്നാഹം ഒരുക്കിയതിനു ശേഷം ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് ഒരു ഡിപ്ലോമസി സാധ്യമാവുമോ? ഈ ചോദ്യമാണ് ഇറാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് നിരർത്ഥകതയാണ്. ഇപ്പോൾ ട്രംപ് പറഞ്ഞ അവസാനത്തെ മറ്റൊരു കാര്യമാണ് ഇറാന്റെ ആണവ ഇന്ധനം, സമ്പുഷ്ടീകരിച്ച യുറേനിയം, ഏതാണ്ട് 480 കിലോഗ്രാം വരുന്ന ഇന്ധനം തങ്ങൾ വാങ്ങി വെക്കാൻ പോവുകയാണ്. തങ്ങൾക്കത് കൈമാറാൻ ഇറാൻ സമ്മതിച്ചു. അങ്ങനെ ഒരു ചർച്ച പോലും നടന്നില്ല, ഒരു ധാരണയും ഉണ്ടായില്ല, അതേക്കുറിച്ച് കാമാന്തർഷം വേണ്ടിയിട്ടില്ല എന്നാണ് ഇറാൻ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയല്ലേ? യഥാർത്ഥത്തിൽ ആ വിശ്വാസ്യതയുടെ നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു നെഗോസിയേറ്റിംഗ് ടേബിളിലേക്ക് വരാൻ പോലും ആവാത്ത നിലയിലായിരിക്കുന്നത്. ബുധനാഴ്ച ചർച്ച നടക്കും എന്ന് പറയുന്നു. നടന്നാൽ മാത്രമേ കൃത്യമായി നടന്നു എന്ന് പറയാനാവൂ. ശ്രീ നിർമ്മല എബ്രഹാം, ഈ യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കപ്പൽ ഹോർമൂസിൽ നിന്ന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ആശ്വസിക്കും ഇന്ത്യൻ കപ്പലുകൾ വിട്ടയച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ കപ്പലും അവിടെ കെട്ടിക്കിടക്കുകയാണ് എന്നുള്ള വിവരമാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. ഈ തിങ്കളാഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് തുറക്കുമ്പോഴല്ലേ യഥാർത്ഥത്തിലുള്ള ചിത്രം, ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ വീണ്ടും അവിടെ കാര്യങ്ങൾ സ്റ്റാൻഡ് സ്റ്റില്ലാണ് അല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല, ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ മാത്രമല്ല, നമ്മൾ കരുതാത്ത ഒരുപാട് ആംഗിളിൽ ഒരുപാട് പ്രോഡക്ട്സിനെ ഇത് ബാധിക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു സാധാരണ ഒരു ശരാശരി മലയാളി ചിന്തിക്കുന്നത് സ്റ്റൗവിൽ കത്തിക്കാനുള്ള ഗ്യാസും
ബൈക്കിലടിക്കാനുള്ള പെട്രോളും കാറിലടിക്കാനുള്ള ഡീസലും എന്ന് മാത്രം ചിന്തിക്കുന്ന തലത്തിൽ നിന്ന് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലെ പ്രശ്നം ഒരു 10-15 ദിവസം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളിൽ, അതിപ്പോൾ രാവിലെ വെള്ളം കുടിക്കുന്ന ബോട്ടിലായിക്കോട്ടെ, ചോറ് കൊണ്ടുവന്ന ടിഫിൻ ബോക്സ് ആയിക്കോട്ടെ, ഏത് തരം പ്ലാസ്റ്റിക്കും, രാവിലെ മേടിക്കുന്ന മിൽമ പാലിൻ്റെ പാക്കറ്റ് മുതൽ മിന്ത്രയുടെ പാക്കേജ് വരെ വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. പ്ലാസ്റ്റിക് പെട്രോളിയം ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന് വില കൂടാൻ സാധ്യതയുണ്ട്. കൺസ്ട്രക്ഷനിൽ സിമെൻറ്റ്, സ്റ്റീല്, ഇലക്ട്രിക് വയറിങ്, PVC പൈപ്പ്, ഇങ്ങനെ പറഞ്ഞു പോകാനാണ് ഒരുപാടുണ്ട്, തുണിത്തരങ്ങൾ. അപ്പോൾ എല്ലാ രീതിയിലും ബാധിക്കാം. തൽക്കാലം ഇങ്ങനെ ടെമ്പററി ആയിട്ടുള്ള ഹോൾട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ആശ്വസിച്ച് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. 2 ഇലക്ഷൻസിൻ്റെ ഏപ്രിൽ 29 എല്ലാ ഇലക്ഷൻസും കഴിയുമ്പോൾ ഒരുപക്ഷെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ കേസിൽ നമ്മളൊരു പക്ഷേ അതിൻ്റെയും ചൂടറിയാം, വില കൂടുന്നതിൻ്റെ രൂപത്തിൽ നമ്മളതറിയും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി മറിച്ച് ചിന്തിക്കുമ്പോൾ എക്കണോമിക് ഇമ്പാക്റ്റ് കേരളത്തിനാണ്. എനിക്കൊന്ന് ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ ഗൾഫ് മേഖലയെ ബാധിച്ചാൽ ഇനിയും, കാരണം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആഞ്ഞടിക്കും, കണ്ണും പൂട്ടി ആഞ്ഞടിക്കും, അതിൻ്റെ അകത്ത് ഗൾഫ് മേഖലയൊക്കെ വരും, നിങ്ങളുടെ US ബേസുകളെല്ലാം വരും എന്ന് പറയുന്നു. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഭയം തരുന്ന പോലെ തന്നെ റെമിറ്റൻസസിൻ്റെ ഒരു കുറവ്, അതായത് അവിടുത്തെ ആളുകൾ തിരിച്ചു വരുന്നൊരു സിറ്റുവേഷൻ, എല്ലാവരും മറ്റുമല്ല, ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ. ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ഒരു പ്രത്യേകതയുണ്ട്, നമ്മളിപ്പം മലയാളികൾ എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നുണ്ട്, കാനഡയിലും US ലും UK ലും ഒക്കെ ഉണ്ട്. പക്ഷേ ഗൾഫ് മേഖലയിൽ പോകുന്ന മലയാളി ഇവിടുന്ന് ഏജൻസി ത്രൂ 75% ആളുകൾ ഏജൻസി ത്രൂ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഡ്രൈവിംഗ് ആയിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരാണ് ഇത് ആദ്യം ബാധിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ എക്കോണമിയെ തന്നെ വലുതായിട്ട് ബാധിക്കും. കാരണം ഗൾഫിൽ നിന്ന് കിട്ടുന്ന റെമിറ്റൻസ് ആണ് നമ്മുടെ കേരളത്തിൻ്റെ GSDPയുടെ 20%. അപ്പോൾ അതിൽ നിന്ന് ഒരു 20%, അതിൽ ആ 20%-ത്തിൽ ഒരു 20% ഇടിവുണ്ടാവുമെന്ന് ഓൾറെഡി റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ അത് ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. 2, നമ്മൾ മറിച്ച് ചിന്തിക്കാറില്ല. ഇപ്പോൾ ഇങ്ങോട്ട് സാധനങ്ങൾ വരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു, പക്ഷേ അങ്ങോട്ടും നമുക്ക് സാധനങ്ങൾ അയക്കാൻ പറ്റുന്നില്ല എന്നൊരു വാസ്തവം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മത്സ്യവും മാംസവും പ്രോസസ്ഡ് ആയിട്ടുള്ള ചിപ്സ് പോലുള്ള പ്രോസസ്ഡ് ഫുഡ് ആയിക്കോട്ടെ, ഒരുപാട് സാധനങ്ങൾ നമ്മൾ കയറ്റി അയക്കുന്ന ഒരു മേഖല കൂടിയാണ് ഗൾഫ് മേഖല. അവിടെയും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അതും എക്കണോമിക്കലി ബാധിക്കും. അത് ഒരു എക്കണോമിക് ആസ്പെക്റ്റ് മാത്രം. ഇനി ഇതിനൊരു അവസാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുവരെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഇറാൻ്റെ ഒരു അപ്പർ ഹാൻഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇറാനിന് മേൽ US ബ്ലോക്കേഡ് വെച്ചപ്പോൾ ആ പോയിന്റിൽ ഒരുപക്ഷെ ഇറാനായിരുന്നു അപ്പർ ഹാൻഡ് എന്ന് പറയാം. പക്ഷേ ബ്ലോക്കേഡ് വെച്ച സമയത്ത് ഇറാൻ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ചൈന ആദ്യത്തെ ദിവസം തന്നെ ചൈന അതിനൊരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തു. അതായത് ചൈനീസ് വെസൽ ചൈനീസ് വാർഷിപ്പ് എസ്കോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അമേരിക്ക തൊടാൻ നിന്നില്ല. അപ്പോൾ ചൈനയും ലോകത്തുള്ളവരും ചിന്തിച്ചിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ ഷിപ്പുകൾ ഓയിലുമായിട്ട് തിരിച്ചു പോകുന്നതിൽ അമേരിക്ക തൊടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ കാര്യമായി ഒന്നും സംഭവിക്കാനില്ലല്ലോ, കാരണം ഇറാൻ്റെ ഓയിലിൻ്റെ 90% മേടിക്കുന്നത് ചൈനയാണ് എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ആ ആദ്യത്തെ ദിവസത്തിന് ശേഷം പിന്നെ ചൈന അനങ്ങിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവമുണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ അനങ്ങാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിലൊന്നും വിറ്റ് കളയാനായിട്ട് ഇറാന് സാധിക്കുന്നില്ല. മാത്രമല്ല അമേരിക്ക ഇപ്പോൾ അവിടെ ബ്ലോക്കേഡും അതുപോലെ ഡ്രോൺസ് വഴിയും ഒക്കെ ഒരുപാട് ഷാഡോ ഫ്ലീറ്റുകൾ, അത് രഹസ്യമായിട്ട് ചൈന ഓയിൽ കടത്തിക്കൊണ്ട് പോയിരുന്ന ഷാഡോ ഫ്ലീറ്റുകൾ 25 ഷിപ്പുകളോളം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രഷർ ചെറുതായിട്ടെങ്കിലും ഇറാൻ അറിഞ്ഞു തുടങ്ങും. അതിൻ്റെ ഒരു വെപ്രാളം ഇറാൻ കാണിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പം പക്ഷേ ഇതിൻ്റെ ബോട്ടം ലൈൻ ഇതാണ്: അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഇറാനെ ബുദ്ധിമുട്ടിലാക്കാൻ കഴിയും, ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ബുദ്ധിമുട്ടിലാക്കാൻ കഴിയും. ഇതിലാര് വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ എല്ലാം വിധി എന്ന് വേണം കരുതാൻ. ഇതിൻ്റെ അകത്ത് JD വാൻസിനെ വിട്ടതുകൊണ്ടോ ഈ ഇസ്ലാമാബാദിൽ ഒരു ഡിസ്കഷൻ അന്ത്യമുണ്ടോ, അതിൽ ആദ്യത്തെ ഡിസ്കഷനിൽ തന്നെ നമുക്കത് കാണാം. അതിനൊരു കാരണം ഇതാണ്: ഇറാൻ വെക്കുന്ന കണ്ടീഷൻസ് ഒന്നും തന്നെ അമേരിക്ക അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന് നേരെ വിപരീതമായിട്ടുള്ള കണ്ടീഷൻസാണ് അമേരിക്ക വെക്കുന്നത്. 1. 2, ഏതെങ്കിലും രീതിയിൽ ഈ നെഗോഷിയേഷൻ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒബാമയുടെ കാലഘട്ടത്തിൽ JCPOA ഒപ്പുവെച്ച പോലെ ചെറിയ രീതിയിൽ പീസ്ഫുൾ പർപ്പസസിനായിട്ട് നിങ്ങൾക്ക് യുറേനിയം എൻറിച്ച് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സാങ്ഷൻസ് ഒരു പരിധി വരെ എടുത്തു മാറ്റാം. പക്ഷേ അങ്ങനെ ട്രംപ് ചെയ്യാൻ നിൽക്കില്ല. കാരണം അങ്ങനെ ട്രംപ് ചെയ്താൽ ട്രംപിന് കിട്ടാൻ പോകുന്ന ചോദ്യം ഇതാണ്: അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് 2018 ഒബാമ ഒപ്പുവെപ്പിച്ച JCPOAയിൽ നിന്ന് ഇറാനെ ഇറക്കി? അതിനുശേഷം ഈ കോലാഹലമെല്ലാം എന്തിന് കാട്ടിക്കൂട്ടി? നമ്മുടെ പട്ടാളക്കാരെ എന്തിനവിടെ വിട്ടു? അവരെന്തിനും മരിച്ചു വീണു? ഗാലണിന് $2.8 പെട്രോൾ വിലയായിരുന്നത് ഇപ്പോൾ 4.2 കൊണ്ട് എത്തിച്ചത് എന്തിന്? ഈ യുദ്ധം മുടക്കിയത് എന്തിന്? ഈ കോടിക്കണക്കിന് ഡോളർ അവിടെ കൊണ്ട് സ്പെൻഡ് ചെയ്തത് എന്തിന്? ഈ ചോദ്യങ്ങളെല്ലാം അദ്ദേഹത്തിന് കിട്ടും. കാരണം ഒബാമ ഒപ്പ് വെപ്പിച്ചെടുത്ത് അവസാനിപ്പിച്ച് യുദ്ധമെല്ലാം നടത്തി ഒബാമ ഒപ്പ് വെച്ചെടുത്ത് തന്നെ വീണ്ടും അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല.
ഇനി മറ്റൊരു കാര്യം, ഇത് തുടരാനുള്ള സാധ്യത ഞാൻ കാണുന്നത് ഇസ്രായേൽ ലെബനോണിൽ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രംപിൻ്റെ കേസ് പറഞ്ഞ പോലെ നെത്തന്യാഹുവിനും നവംബർ വരെയാണ് സമയമുള്ളത്. അതിനുശേഷം എലക്ട് ചെയ്യപ്പെടുമോ എന്നറിയത്തില്ല. ഇപ്പം നെത്തന്യാഹുവിനുള്ളൊരു പ്രശ്നം ഇതാണ്, അവിടുത്തെ ജനങ്ങളിൽ പലരും തിരിഞ്ഞു. ഇപ്പോൾ കൂടെ നിൽക്കുന്ന കോalition ഗവൺമെൻറ് വരെ ഇലക്ഷൻ സമയത്ത് തിരിയും. അവരെല്ലാം ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതേ ചോദ്യമാണ്: എന്തിനാണ് നിങ്ങൾ ഈ യുദ്ധം എല്ലാം നടത്തിയിട്ട് എന്ത് നേടി? കുറേ പേരെ കൊന്നുകളഞ്ഞു, കുറേ കെട്ടിടങ്ങൾ നശിപ്പിച്ചു, വിദ്യാലയങ്ങളും ഹോസ്പിറ്റൽസും ഒക്കെ നശിപ്പിച്ചു. അതിനപ്പുറം എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കാണിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെത്തന്യാഹുവിന് ഈ സ്റ്റേജിൽ ഒരു കൺക്ലൂസീവ് എവിഡൻസ് ഇല്ല. ഇപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെസ്ബുള്ള ഓൾമോസ്റ്റ് 90% അവരുടെ മിസൈൽ കേപ്പബിലിറ്റിയൊക്കെ അറ്റാക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അവരെ തീർക്കാൻ കിട്ടുന്ന ഏക അവസരമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ അദ്ദേഹം അത് തുടരും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരു ചെറിയ ഉദാഹരണം പറയും. ഇപ്പം നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഒരു എലി കയറിയിട്ടുണ്ട്. ഈ എലിയെ തല്ലി കൊല്ലാനായിട്ട് അങ്ങോട്ട് കയറിയിട്ട് ഇപ്പോൾ അവിടെയുള്ള ഫ്രിഡ്ജും പാത്രങ്ങളും ഗ്ലാസും മൈക്രോവേവ് അവനും എല്ലാം തല്ലി പൊട്ടിച്ചു. പക്ഷേ എലിയെ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുടെ മുന്നിൽ എത്താൻ പറ്റില്ല. എലിയെ തല്ലിക്കൊന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. ആ അവസ്ഥയാണ് ഇപ്പം നെത്തന്യാഹുവിനുള്ളത്. അതുകൊണ്ട് കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ട് കാണിച്ച് ജനങ്ങളുടെ പ്രീതി ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ ജനപ്രീതി അദ്ദേഹത്തിന് ഏകദേശം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ട്രംപിൻ്റെ അവസ്ഥയും ഏറെക്കുറെ അതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നൊരു ഒബ്സർവേഷൻ. ശരി, ഡോക്ടർ പ്രഭാകരൻ പലേരി, ഇപ്പോൾ ഇതിൽ പാകിസ്ഥാന്റെ റോളിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? പാകിസ്ഥാന്റെ ഒരു മാധ്യസ്ഥം, പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന ഇടനില വലിയ സഹായകരമാകും എന്നൊരു വിലയിരുത്തൽ ആദ്യഘട്ടത്തിലൊക്കെ ചിലർ നടത്തിയിരുന്നു. ഇപ്പോൾ അസീം മുനീർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ചർച്ചയിൽ നിന്നും ഇരു കൂട്ടരും പിന്മാറുന്നു എന്ന ഘട്ടത്തിൽ ട്രംപിനെ ഫോണിൽ വിളിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇറാനാണ് ഇപ്പോൾ ഇനി ചർച്ചയ്ക്കില്ല എന്ന് പറയുന്നത്. ഇറാന്റെ കപ്പലിനെ ആക്രമിച്ച സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ റോളിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇങ്ങനെ റോൾ എടുക്കുന്നു എന്നൊരു ചോദ്യം കൂടി. പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഈ റോൾ എടുക്കുന്നത് എന്നുള്ളത് പാകിസ്ഥാന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതിൽ ഞാൻ പാകിസ്ഥാന്റെ ഒരു റോളും കാണുന്നില്ല. അവർ അതിൽ അത്യാവശ്യം ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവർ അതിൽ നിന്ന് വല്ലതും മുതലെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. കാരണം പാകിസ്ഥാന്റെ അവസ്ഥ വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥ ബംഗ്ലാദേശിന് പോലും ഇല്ല എന്ന് ഞാൻ പറയും. അപ്പോൾ പാകിസ്ഥാൻ തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ രണ്ട് ഭരണമാണ് അവിടെ നടക്കുന്നത്. ഒന്ന് സൈന്യത്തിന്റെ ഭരണം, മറ്റേത് സാധാരണ ഗവൺമെന്റിന്റെ ഭരണം. അത് സൈന്യത്തിന് വേറെ തന്നെ ഒരു ബാങ്കുകളും വിദ്യാലയങ്ങളും ഒക്കെ ഉണ്ട്. സൈന്യത്തിന്റെ ബഡ്ജറ്റ് ഒന്നും മറ്റേ ഗവൺമെന്റ് അല്ല കൊടുക്കുന്നത്. അപ്പൊ അവിടെയുള്ള ഈ രണ്ട് ഭരണത്തിൽ സൈന്യമാണ് മുന്നിൽ നിൽക്കുന്നത്. അതിൽ സൈന്യത്തിൽ അസീം മുനീർ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ട്. അത് താൽക്കാലികമായിട്ടുള്ള ഒരവസ്ഥയായിട്ടാണ് ഞാൻ കാണുന്നത്. എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഇവർക്ക് യാതൊരു തരത്തിലുമുള്ള മുൻതൂക്കമുള്ള ഒരു സഹായം ഇറാനോ അമേരിക്കയോ കൊടുക്കാൻ പറ്റുകയില്ല. പക്ഷെ അമേരിക്കയും ഇറാനും മഴ പെയ്യുമ്പോൾ നമ്മൾ അടുത്ത ബസ് സ്റ്റാൻഡിൽ കയറി നിൽക്കുന്ന മാതിരി ഒന്ന് നിൽക്കുകയാണ്. അത് ശരിയാണോ ഞാൻ പറഞ്ഞത് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് പാകിസ്ഥാനെ അറിയാം, നല്ലപോലെ അറിയാം. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് ചില്ലറയായിട്ട് പലതുമായിട്ട് സാമ്പത്തികമായിട്ടും അത് കുറച്ച് പണം കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ സാമ്പത്തികമായിട്ടും പിന്നെ കുറച്ച് 1-2 പേർക്ക് സ്ഥാനമാനങ്ങളെ കൂടെയും കുറച്ച് മുതലെടുക്കാൻ സാധിക്കുമെന്നല്ലാതെ പാകിസ്ഥാൻ ഇതൊരു തുടർക്കഥയായി കൊണ്ടുപോകാൻ പറ്റില്ല. പാകിസ്ഥാനെ കൊണ്ട് ഒരു തരത്തിലുമുള്ള ഇൻഫ്ലുവൻസും ഇത് ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ശരി, ഇതേ അഭിപ്രായമാണോ ശ്രീ വിൻസെന്റ് അങ്ങേക്കും? തീർച്ചയായിട്ടും അതെ. പാകിസ്ഥാൻ്റെ റിലയബിലിറ്റി എപ്പോഴും ചോദ്യചിഹ്നമാണ്. അതിനകത്ത് അമേരിക്കയുടെ ഒരു കളിപ്പാവയായി പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു മധ്യസ്ഥം വഹിക്കാനുള്ള ഗുണനിലവാരമോ ശേഷിയോ ധാർമ്മികമായ പശ്ചാത്തലമോ ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അവിടെ ഇറാൻ അനുകൂലികൾ നടത്തിയ ആക്രമണം, ചെറുപ്പക്കാരാണ് നടത്തിയ ആക്രമണം, അവർക്ക് നേരെ വെടിവെപ്പുണ്ടായതും കുറെ പേർ മരിച്ചു വീണതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ തുടക്ക സമയത്ത്. യെസ്, തീർച്ചയായിട്ടും അതെ. ഇതിൽ വേറൊരു കാര്യം, സാധാരണഗതിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ പട്ടാള മേധാവികൾ നേരിട്ട് ഇടപെടുന്ന ഒരു ശീലമില്ല. അത് ജനാധിപത്യ പാരമ്പര്യവുമല്ല.
നിങ്ങൾ നോക്കൂ, ഈ സമാധാന ചർച്ചയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞ സമയത്ത് ടെഹ്റാനിലേക്ക് പോകുന്നത് മിലിറ്ററി യൂണിഫോമിൽ അസിം മുനീറാണ് പോകുന്നത്. അവിടുത്തെ പട്ടാള മേധാവിയായിട്ടുള്ള അസിം മുനീർ ടെഹ്റാനിലേക്ക് പോകുന്നു. അതുപോലെ അതേസമയം ഷഹബാസ് ഷെരീഫ് പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹം സൗദി അറേബ്യയുടെ തലസ്ഥാനത്തിലേക്ക് പോയി അവിടെ മുഹമ്മദ് ബിൻ സൽമാനുമായിട്ട് ചർച്ച നടത്തുന്നു. ഞാൻ പറയുന്നത്, ഇതിപ്പം ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ ചർച്ചയുടെ മീഡിയേറ്റേഴ്സിനെ എടുത്താലും അതുപോലെ പാകിസ്ഥാൻ മാധ്യസ്ഥം വഹിക്കുന്ന രാജ്യമെന്ന നിലയിൽ അവരുടെ പ്രതിനിധികളെ എടുത്താലും ഇവരൊന്നും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു നയതന്ത്ര ചർച്ചയിൽ വന്നിരിക്കേണ്ടുന്ന ആളുകളല്ല. ഒരു മിലിറ്ററി ഹെഡ് ഇന്ത്യ അല്ലോ ഏതെങ്കിലും രാജ്യത്തിൻ്റെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം ഉണ്ടായിരിക്കെ, അവിടെ വിദേശകാര്യ മന്ത്രി ഉണ്ടായിരിക്കെ ആണ് അവിടുത്തെ അസിം മുനീർ എല്ലാ അധികാരങ്ങളും തന്നിലുണ്ട് എന്ന് കരുതുന്ന അദ്ദേഹം ഈ സമാധാന ചർച്ചയുടെ അടിസ്ഥാന ശിലയായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ യുദ്ധത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അമേരിക്കയുമായി ഒരു പിണക്കത്തിന് ഇന്ത്യക്ക് അത് പിണക്കം ഒരു സാധ്യമല്ലാത്തൊരു സാഹചര്യം. ഇറാനുമായി നല്ല ബന്ധം കാലങ്ങളായി തുടരുന്ന രാജ്യം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് രണ്ടും കൂടി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുക? ട്രെഡിങ് കോഷ്യസ്ലി എന്ന് പറയും. വളരെ നിശ്ചയിച്ചുറപ്പിച്ച ചുവടുവയ്പ്പുകളോടെ, എന്നാൽ അധികമായി ഒന്നും പറയാതെ, ഇറാനെയോ അമേരിക്കയോ പിണക്കാതെ തന്നെ, എന്നാൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായ ഊർജ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് സാധിക്കുന്ന നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. അതിനായി ഈ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഡൈവേഴ്സിഫൈഡ് ആണെന്ന്. ഗൾഫ് മേഖലയോട് ഓവർ എക്സ്പോഷർ ഇന്ന് ഇല്ല എന്ന് ഓർക്കണം. 42 രാജ്യങ്ങളിൽ നിന്നാണ് ഭാരതം എണ്ണ വാങ്ങുന്നത്. മുൻപ് അത് 27 രാജ്യങ്ങളിൽ നിന്നായിരുന്നു എന്ന് കൂടി ഓർക്കണം. അതുകൊണ്ട് റഷ്യൻ ഉപരോധം, അത് അമേരിക്ക റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം, റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഒരു വിലക്ക്, ആ വിലക്ക് കുറെയൊക്കെ മറികടക്കാൻ ഇന്ത്യ കഴിച്ചിട്ടുണ്ട്. 20% എണ്ണ എക്കാലത്തും വാങ്ങിയിരുന്നു കഴിഞ്ഞ 3-4 വർഷം. അത് 38% നിന്നും റഷ്യൻ എണ്ണ 20% കുറച്ചുകൊണ്ടുവന്നു. അപ്പോഴും ഇന്ത്യക്ക് താങ്ങായി നിന്നത് റഷ്യൻ എണ്ണ തന്നെയാണ്. ഈ കഴിഞ്ഞ ഒരു മാസം ഒരു വെയ്വർ ഉണ്ടായിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഉള്ള വിലക്ക് അമേരിക്ക മാറ്റിയിരിക്കുന്നു. അങ്ങനെ കൂടുതൽ എണ്ണ വാങ്ങാൻ സാധിച്ചു. ഇപ്പോൾ വീണ്ടും ഒരു മാസത്തേക്ക് കൂടി റഷ്യൻ എണ്ണയ്ക്ക് നേരെയുള്ള വിലക്ക് അമേരിക്ക ഒഴിവാക്കിയിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ചോദ്യം ചോദിക്കാം, ആരാണ് അമേരിക്ക? ഇത് വിലക്കാനൊക്കെ അമേരിക്കയ്ക്ക് എന്താണ് അവകാശം? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പ്രായോഗികമായി ഇന്ത്യ ചിന്തിക്കുമ്പോൾ അമേരിക്കയെ പരമാവധി പിണക്കുന്നത് ശരിയല്ല. കാരണം ഒരു കരാർ ഒപ്പിടുന്നതിന്റെ ഏതാണ്ട് അടുത്ത് നിൽക്കുകയാണ്. അത് സ്വല്പം തിരക്ക് കൂട്ടിയോ എന്നൊരു സംശയം പലർക്കും ഉണ്ട്. വിമർശകർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. പക്ഷേ അമേരിക്കയെ പിണക്കാനാവില്ല ആത്യന്തികമായി. അതേസമയം പക്ഷേ ഇന്ത്യയുടെ പരമാധികാരത്തിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ഇന്ത്യ പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ളത്. പക്ഷേ ചില സമയങ്ങളിൽ അതൊരു വിധേയത്വത്തിന്റെ സ്വഭാവത്തിലേക്ക്, ഡൊണാൾഡ് ട്രംപ് വന്ന ശേഷം അതൊരു വിധേയത്വത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന സംശയം പല കോണിൽ രാജ്യത്ത് തന്നെ പ്രതിപക്ഷം അത് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. തീർച്ചയായും ഇതൊരു സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നതാണ് സ്മൃതി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഇപ്പോഴത്തെ ഒരു രീതിശാസ്ത്രം. അതായത് ഭാരതത്തിന്റെ താല്പര്യങ്ങൾ, അമേരിക്ക ഫസ്റ്റ് എന്ന് അമേരിക്ക പറയുമ്പോൾ ഇന്ത്യ ഫസ്റ്റ് എന്ന് തന്നെയാണ് സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ അർത്ഥം. നമ്മൾ എണ്ണ വാങ്ങുന്നത് ഡൈവേഴ്സിഫൈഡ് ആണ്. ആയുധങ്ങൾ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്ന് കാര്യമായി വാങ്ങുന്നില്ല. റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നുണ്ട്, മറ്റായുധങ്ങൾ വാങ്ങുന്നുണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് മാർക്കറ്റിന്റെ കാര്യത്തിലും ഡൈവേഴ്സിഫിക്കേഷൻ തന്നെയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ അമേരിക്കയുമായിട്ടുള്ള ഈ വാണിജ്യ ഇടപാടുകൾ കോലാഹലത്തിൽ നിൽക്കുമ്പോൾ യൂറോപ്പുമായി നമ്മൾ വളരെ സ്മൂത്തായി നെഗോഷിയേറ്റ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതൊക്കെ അതെല്ലാം കാട്ടുന്നത് അമേരിക്കയോടുള്ള അമിത വിധേയത്വം യഥാർത്ഥത്തിൽ ഒഴിവാക്കിക്കൊണ്ട് പരമാവധി രാജ്യങ്ങളുമായി ചങ്ങാത്തം. അങ്ങനെ ഇന്ത്യയുടെ വിദേശ നയം സ്ട്രാറ്റജിക് ഓട്ടോണമി ഇൻ ദ 21st സെഞ്ചുറി വേൾഡിലെ ഒരു ആവശ്യം തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മാർക്കറ്റിന്റെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിലേ പറ്റൂ സ്മൃതി. അമേരിക്കയാണ് സിംഗിൾ ലാർജസ്റ്റ് മാർക്കറ്റ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പാർക്കിംഗ് ലോട്ട് കിട്ടണമെങ്കിൽ അത് അമേരിക്കൻ വിപണിയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് പോകാനും ആവില്ല എന്നൊരു യാഥാർത്ഥ്യ ബോധമുണ്ട്. ഇനി ഗൾഫിലേക്ക് വരാം. ഗൾഫും ഒരു വലിയ മാർക്കറ്റാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒന്നാന്തരം മാർക്കറ്റ് കൂടിയാണ്. നമ്മളെപ്പോഴും ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള എണ്ണ വരവ്, ഹോർമൂസ് കടന്നുള്ള ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വരവ്, അത് കുറഞ്ഞാൽ എങ്ങനെയാണ്
നമ്മളെ ബാധിക്കുക. അതുമാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. മറുപക്ഷത്തെ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഉണ്ട്, ഗൾഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ബാലൻസ് ചെയ്ത് പോകണം. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലയിൽ ഡിപ്ലോമാറ്റിക് ടേബിളിലേക്ക് വരുമ്പോൾ പാകിസ്ഥാന്റെ ഡിപ്ലോമസിയെ ഇന്ത്യ സംശയത്തോടെ കാണും എന്ന് ചിലരൊക്കെ വിചാരിക്കും. പക്ഷേ പോസ്റ്റ്മാന്റെ റോളേ ഉള്ളൂ എന്നിവിടെ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. പാകിസ്ഥാന്റെ ആവശ്യമാണ് ഇപ്പോൾ ആരെയും പിണക്കാതെ, എന്നാൽ പിന്നെ മധ്യസ്ഥതയുടെ ഒരു സൈഡ് ചേരാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഒരു മധ്യസ്ഥന്റെ റോൾ. ഒരു ബലഹീനനായ ഒരു വ്യക്തിയുടെ ഒരു ആവശ്യം കൂടിയായി മാറുന്നു മധ്യസ്ഥൻ എന്നത്. അപ്പൊ ഇത് പാകിസ്ഥാൻ വളരെ ഭംഗിയായി അത് നിർവഹിക്കുന്നു. ജയിച്ചാലും തോറ്റാലും, കരാറിലെത്തിച്ച് നിർത്താൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും പാകിസ്ഥാൻ ഇതിൽ നിന്നും ചില നേട്ടങ്ങൾ ഒരു വിസിബിലിറ്റിയുടെ രൂപത്തിലും അംഗീകാരത്തിന്റെ രൂപത്തിലും, ഒരു ടെററിസത്തെയൊക്കെ ഫണ്ട് ചെയ്യുന്ന ഒരു രാജ്യമല്ലേ പാകിസ്ഥാൻ. അവിടെ കുറച്ചൊക്കെ വിശ്വാസ്യത കിട്ടിയെങ്കിൽ അതിങ്ങ് പോരട്ടെ എന്നതാണ് പാകിസ്ഥാന്റെ വിശ്വാസം. അത് ഇന്ത്യയെ ഒരു രീതിയിലും ആ രീതിയിൽ അലോസരപ്പെടുത്തുന്നില്ല. യഥാർത്ഥത്തിൽ ഡിപ്ലോമാറ്റിക് ടേബിളിൽ രാജ്യം ആതിഥ്യം വഹിക്കേണ്ട രാജ്യം ഇന്ത്യയാണ്. ട്രംപ് പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനെയും ഒരുപോലെയൊക്കെയാണ് കാണുന്നതല്ലേ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അനുഭവം അതാണല്ലോ. ഹൈഫനേറ്റഡ് അപ്രോച്ചാണ്. മുൻകാലങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റുമാർ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്, ഹൈഫനേറ്റഡ് അപ്രോച്ച്. പാകിസ്ഥാൻ സന്ദർശന വേളയിൽ അടുത്ത പടിയായി ഇന്ത്യയും സന്ദർശിക്കും. അപ്പൊ രണ്ട് രാജ്യങ്ങളെ ബ്രാക്കറ്റ് ചെയ്ത് കണ്ടിരുന്നു. പക്ഷെ ട്രംപിന്റെ കഴിഞ്ഞ ഊഴത്തിൽ അതിൽ നിന്ന് മാറി ചിന്തിച്ചു. ഡൽഹിയിൽ വരാൻ തീരുമാനിച്ചാൽ ഡൽഹിയിൽ വന്നിട്ട് തിരിച്ചു പോകും. പാകിസ്ഥാൻ അതിന്റെ ഐറ്റിനറി ആയിട്ട് വരില്ല. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും മാറിയിരിക്കുന്നു. പാകിസ്ഥാനെ ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റായി അമേരിക്ക അംഗീകരിക്കുകയാണ്. പല എറന്റ് പർപ്പസിനും നല്ലത് അസിം മുനീറാണ്. ഇവിടെ അസിം മുനീർ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ എന്ത് കാര്യം എന്ന ചോദ്യവും വളരെ ന്യായമാണ്. ഒരു മിലിറ്ററി ജനറലിന് ഡിപ്ലോമാറ്റിക് ടേബിളിൽ എന്താണ് കാര്യം? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ. പക്ഷേ അമേരിക്ക പറയുന്നിടത്ത് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണമെങ്കിൽ അമേരിക്കയുടെ ഹാൻഡ് പിക്ഡ് ഒരാളായിരിക്കണം. അതുകൊണ്ട് ഒരുപക്ഷെ പാകിസ്ഥാന്റെ നേതൃത്വത്തെ നിയന്ത്രിക്കുന്നത് തന്നെ സൈന്യമായതുകൊണ്ട് പാകിസ്ഥാന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഷഹബാസ് ഷെരീഫ് ആയിക്കൊള്ളട്ടെ, ഇഷാഖ് ദർ എന്ന വിദേശകാര്യമന്ത്രി ആയിക്കൊള്ളട്ടെ, അവരെക്കാൾ കൂടുതൽ ട്രംപ് വിശ്വസിക്കുന്നത് ഈ അസിം മുനീർ എന്ന ഫീൽഡ് മാർഷലിനെയാണ്. അതുകൊണ്ടാണ് ടെഹ്റാനിലേക്ക് നിരന്തരം അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത്. അതിനുള്ള വഴിയൊക്കെ ഒരുക്കുന്നതിന്റെ ഭാഗമായി ട്രംപും മുനീറും തമ്മിൽ ഏതാനും റൗണ്ട് ചർച്ചകളൊക്കെ നേരത്തെ നടത്തി. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ മറ്റു കാര്യങ്ങളിലുള്ള ചർച്ചയാണ്. ഇതിനൊക്കെയുള്ള ഇറാനിൽ ആത്യന്തികമായി ഒരു നടപടി വേണ്ടി വന്നാൽ പാകിസ്ഥാന്റെ മണ്ണ് പോലും ആക്രമണത്തിന് ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുവാദം ലഭിക്കണമെങ്കിൽ പാകിസ്ഥാനുമായി സുഗമമായി പോയെങ്കിലേ പറ്റൂ. ഇറാൻ തൊട്ടടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലേക്ക് കയറാനാവില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് പോയിന്റ് കൂടിയാണ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ലെവലിൽ നോക്കുമ്പോൾ പാകിസ്ഥാനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പീസ് പ്രോസസ്സിൽ മുന്നോട്ട് പോകാൻ ആവില്ല. അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പോയാൽ മതിയല്ലോ. ഇറാൻ അംഗീകരിക്കുമെങ്കിൽ സാധാരണ സമാധാന ചർച്ചകളൊക്കെ നടക്കുന്ന ജനീവയിലല്ലേ. അതൊക്കെ ഉപേക്ഷിച്ച് ഇസ്ലാമാബാദിലേക്ക്, ദ മോസ്റ്റ് അൺലൈക്ലി പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം, അവിടേക്ക് കൊണ്ടുവരുമ്പോൾ അമേരിക്കയുടെ വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഇനി ഇറാൻ അതിനെ എത്രത്തോളം സ്വീകരിക്കും? അതുകൊണ്ടാണ് ഇറാൻ ചർച്ചകൾക്ക് വിമുഖത കാട്ടി മാറി നിൽക്കുന്നത്. ചർച്ചകളിലേക്ക് വരില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും വൈകി കിട്ടുന്ന ന്യൂസ് അനുസരിച്ചും ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന രീതിയിലാണ്. ചർച്ചയിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇറാന്. അതുകൊണ്ട് നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ വേണമെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് നിങ്ങളവിടെ ആക്രമിച്ചത് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ പിൻവാങ്ങാം. അല്ല, അപ്പം ഞങ്ങൾ ഇനിയും നെഗോഷിയേറ്റിംഗ് ടേബിളിൽ വന്നിരുന്ന് നാണം കിടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉറപ്പുകൾക്കൊന്നും തന്നെ യാതൊരു വിലയുമില്ലാത്ത അവസരത്തിൽ ചർച്ചകൾ വെറും പ്രഹസനമാണ് എന്ന നിലപാടിൽ നിൽക്കുകയാണ് ഇറാൻ. അതുകൊണ്ടാണ് സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ലോകം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോർമോസ് ഏതു വിധേനയും തുറക്കാൻ ബലപ്രയോഗം ഒരു മാർഗമല്ല എന്ന് വീണ്ടും 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 തെളിയുകയാണ്. അതുകൊണ്ട് നയതന്ത്രപരമായ പരിഹാരം വേണ്ടിവരും. അതിന് രണ്ടു ഭാഗത്തും വിട്ടുവീഴ്ചകൾ, ഇറാന്റെ ഭാഗത്തും അമേരിക്കയുടെ ഭാഗത്തും വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ഇസ്രയേലിനെ ഉൾപ്പെടെ കോൺഫിഡൻസിലെടുക്കാൻ കഴിയുകയും ചെയ്യുകയും അറബ് രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പു നൽകാൻ ഒരു സമഗ്രമായ മേഖലാ കരാറിലേക്ക് എത്തിച്ചു നിർത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക മാത്രമാവും ഇസ്ലാമാബാദിലെ കരാർ. ഇനി കരാറിൽ എത്തിച്ചേർന്നാൽ പോലും അതാണ് ഇന്നത്തെ അവസ്ഥ. സ്മൃതി, ശരി. ഡോക്ടർ പി ജെ വിൻസെന്റ്, എങ്ങനെയാണ് യുദ്ധം ഇറാനെ കൂടുതൽ ശക്തരാക്കുന്നത്? ഇപ്പോൾ IRGC തന്നെ അവകാശപ്പെടുന്നത് അവരുടെ മിസൈൽ ലോഞ്ചേഴ്സും ഡ്രോൺ ലോഞ്ച് പാഡ്സും ഒക്കെ യുദ്ധകാലത്തേക്കാൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു യുദ്ധത്തിന് തയ്യാറായി റെഡിയായി നിൽക്കുന്നു എന്ന രൂപത്തിലാണ് അവരുടെ പ്രതികരണം വരുന്നത്. ഇനി ഇവരെ സഹായിക്കുന്ന ഹൂതികളാകട്ടെ, ഹൂതികളും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയധികം നഷ്ടത്തിന് ശേഷവും വീണ്ടും അവർക്ക് മുന്നേറാൻ കഴിയുന്നത്? അല്ല, അത് ഇറാൻ ഈ സംഘർഷത്തിൽ ഒറ്റയ്ക്കാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ള അൽ ഉദൈദ് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമാണ്. അതുപോലെ കിങ് ഖാലിദ്
മിലിറ്ററി സിറ്റി, ഇതൊക്കെ കൃത്യമായി ആക്രമിക്കാൻ സാധിക്കുന്നത് ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ ഇറാന് കിട്ടുന്നത് കൊണ്ടാണ്. ആ കാര്യം വളരെ വ്യക്തമാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ഏപ്രിൽ 7 ബഹ്റൈനാണ് ഏപ്രിൽ മാസത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ. അവിടെ ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള പ്രമേയം വന്നപ്പോൾ 11 അംഗങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു. പക്ഷേ റഷ്യയും ചൈനയും ആ പ്രമേയം വീറ്റോ ചെയ്തു. പാകിസ്ഥാനും കൊളംബിയയും അബ്സ്റ്റെയിൻ ചെയ്തു. അങ്ങനെ ആണ് അതിൻ്റെ ഒരു വോട്ടെടുപ്പ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം, വൻശക്തി രാഷ്ട്രങ്ങളായിട്ടുള്ള ചൈനയും റഷ്യയും തന്ത്രപരമായ സഹകരണം ഇറാന് നൽകുന്നുണ്ട്. അവർക്ക് പലതരത്തിലുള്ള ഒരുപക്ഷെ ആയുധങ്ങളടക്കം സാങ്കേതികവിദ്യ അടക്കം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാന് ശക്തമായ പ്രതിരോധം സാധ്യമാകുന്നത്. തുറന്ന ആകാശമാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിരോധവുമില്ലാത്ത രാജ്യമാണ് ഇറാൻ. ഇറാനിലെ ഏത് ലക്ഷ്യവും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ആക്രമിച്ച് തവിട് പൊടിയാക്കാൻ സാധിക്കും. പക്ഷേ ഇറാൻ്റെ ആക്രമിക്കാനുള്ള ശേഷിയെ ഇതുവരെ ഇല്ലായ്മ ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. അവർക്ക് അവരെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. അവരുടെ പരമോന്നത നേതാവിനെ പോലും അവർക്ക് ബലി കഴിക്കേണ്ട വന്നു. പക്ഷേ ഇപ്പോഴും ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലെ പോർട്ടുകൾ, വിമാനത്താവളങ്ങൾ, അവരുടെ ഡീസലൈനേഷൻ പ്ലാന്റുകൾ അടക്കമുള്ള അവരുടെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ലക്ഷ്യം വെക്കാനുള്ള ശേഷി ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. അവർക്ക് ക്രൂയിസ് മിസൈലുകളുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, നിരവധി പല റേഞ്ചിലുള്ള ഡ്രോണുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽ സാങ്കേതികവിദ്യ അവർ നേടിയെടുത്തിട്ടുണ്ട്. ഇത്രയും അധികം ബോംബിംഗ് നടത്തിയിട്ടും ഇറാനിലുള്ള മിസൈൽ ലോഞ്ചിങ് പാഡുകളെ പൂർണ്ണമായി നിർവീര്യമാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനൊക്കെ പുറമെയാണ് ഇത്തരം വലിയ സാങ്കേതിക വിദ്യയുടെ ഒന്നും പിന്തുണയില്ലെങ്കിലും ഹിറ്റ് ആൻഡ് റൺ ടാക്ടിക്സ് ഉപയോഗിച്ച് ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തെ എപ്പോൾ വേണമെങ്കിലും ഡിസ്റപ്റ്റ് ചെയ്യാൻ ഇറാന് കഴിയും. അതാകപ്പാടെ 33 കിലോമീറ്റർ മുതൽ 54 കിലോമീറ്റർ വരെ മാത്രം വീതിയുള്ള ഇടുങ്ങിയ ഒരു കടലിടുക്കാണ്. അവിടെ കപ്പൽ പാത 10 കിലോമീറ്റർ വീതിയിൽ മാത്രമാണ് അവിടെ കപ്പൽ പാതയുള്ളത്. അന്താരാഷ്ട്ര കപ്പൽ പാതയാണ്. ഈ കപ്പൽ പാതയിലേക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ സാധാരണ ഗൺ ബോട്ടുകൾ ഉപയോഗിച്ച് ഇറാന് ആക്രമണം നടത്താൻ സാധിക്കും. അതുകൊണ്ട് ഇത് വൻശക്തി രാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ട് എന്നതോടൊപ്പം ഇറാൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ആ ജിയോഗ്രഫി തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ഒരു കരയുദ്ധം നടത്തി ഇറാനെ തോൽപ്പിക്കാൻ സാധിക്കില്ല, ഒന്ന്. രണ്ടാമത്, നോർത്ത് കൊറിയയ്ക്ക് എങ്ങനെയാണോ ആണവായുധം, അതുപോലെ ഹോർമൂസ് കടലിടുക്കിനെ എപ്പോൾ വേണമെങ്കിലും നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കും. അത് ഏത് സാഹചര്യത്തിൽ അവർക്ക് സാധിക്കും. ഈ പറയുന്ന സാങ്കേതികവിദ്യയുടെ സഹായമില്ലെങ്കിലും ഏതാനും ഗൺ ബോട്ടുകളെ വെച്ച്, ഡ്രോണുകളെ വെച്ച്, ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെയൊക്കെ വെച്ച് അവർക്ക് ഈ ഹോർമൂസ് കടലിടുക്കിലുള്ള കപ്പൽ ഗതാഗതത്തെ അവർക്ക് ഡിസ്റപ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇറാനുമായി ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റിൽ എത്തുകയല്ലാതെ മറ്റ് മാർഗമില്ല. നേരത്തെ നിർമ്മല എബ്രഹാം സൂചിപ്പിച്ചത് ജോയിൻ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷനാണ്. അതായത് P5+1 എന്ന കരാർ. ഇതുപോലെ ഒരു കരാറല്ലാതെ മറ്റൊരു സാധ്യതയും ഈ പ്രശ്നപരിഹാരത്തിനില്ല. കാരണം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 6 രാജ്യങ്ങൾ, അതിൽ അമേരിക്കയും ഇസ്രായേലും GCC രാജ്യങ്ങളും, ഇറാനും റഷ്യയും ചൈനയും, ഇന്ത്യയിൽ കൂടെ പങ്കെടുക്കുന്ന ഒരു സംഘം ഉണ്ടാക്കുന്ന ഒരു കരാറല്ലാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം അസാധ്യമാണ്. അപ്പോൾ ഈ ദിശയിലേക്കാണ് ലോകം മാറുന്നത്. അതുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസിലെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളും ജർമ്മനിയും EUവും ചേർന്ന് പെർമനൻ്റ് P5+1 എന്ന നിലയ്ക്ക് ഈ കരാറുണ്ടാക്കുന്നത് ഒബാമയുടെ കാലത്താണ്, 2015. അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയിട്ടാണ് ഈ ട്രംപ് അവിടുന്ന് പോയത്. ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി പ്രശ്നമേ അല്ല. അതുകൊണ്ട് തന്നെ ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല. അവിടെ വൻശക്തി രാഷ്ട്രങ്ങളായ റഷ്യയും ചൈനയും ഇടപെടുന്നുണ്ട്. മാത്രമല്ല, ഈ സംഘർഷത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു സ്ഥിരതയോ ഉറപ്പോ ഉള്ള ഏക രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ നയങ്ങൾ വളരെ കൃത്യമാണ്. അവരെപ്പോൾ ആക്രമിക്കണം, എപ്പോൾ പിൻവാങ്ങണം എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് കൃത്യമായ ഒരു നിശ്ചിതത്വമുണ്ട്. ട്രംപിനെ പോലെയല്ല. ആ നിശ്ചിതത്വം, ആ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഫാക്ടർ ഈ നെഗോഷിയേഷൻ ടേബിളിലോട്ട് ഇല്ലതാനും.
ഒരു പക്ഷേ അമേരിക്ക പറഞ്ഞാൽ അമേരിക്ക പറയുന്നത് പോലെ ഇസ്രായേൽ പ്രവർത്തിക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞാലും അതിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. പല ഘട്ടങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. അമേരിക്ക ഒന്ന് പറയുന്നു, ഇസ്രായേൽ വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതിനിടയ്ക്ക് തന്നെ കണ്ടതാണ്. തീർച്ചയായിട്ടും അതെ. ഇപ്പം ഒമാൻ്റെ അധ്യക്ഷതയിൽ, ഒമാൻ്റെ മധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ ഏകപക്ഷീയമായി മൂന്നാം വട്ട ചർച്ച തുടങ്ങാനിരിക്കുകയാണല്ലോ അക്രമം ഇനീഷ്യേറ്റ് ചെയ്ത്. അത് ഇസ്രായേലാണ് ഇനീഷ്യേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും പ്രഹസനമായിട്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇപ്പോൾ ലോകം ഒരു മൾട്ടി അലൈൻമെൻറ്റിൻ്റെ കാലമാണ്. ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യം എന്ന നിലയ്ക്കല്ല, മൾട്ടി അലൈൻമെൻറ്റിൻ്റെ കാലമാണ്. അതുകൊണ്ട് നിരവധി ആക്ടേഴ്സ് ഉണ്ട്. ഈ ഗൾഫ് എന്ന് പറയുന്നത് അതിപ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ, ഈ ഇറാനും അമേരിക്കയും കൂടെ നാളെ ഷെയ്ക്കാൻ്റെ കൊടുത്ത് പിരിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല. അവിടെ ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴുത്തിന് മേലെ ഡെമോക്ലസിൻ്റെ ഒരു വാള് കഴുത്തിന് തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ് അവർ ഇറാനെ കാണുന്നത്. കാരണം 1991 കുവൈറ്റ് ഇൻവേഷൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നൈറ്റ് മെയറാണ്. കാരണം അതിശക്തമായ ഒരു കരസൈന്യമുള്ള ഒരു രാജ്യത്തിന് കുവൈറ്റിനെയോ ബഹ്റൈനിനെയോ ഖത്തറിനെയോ അല്ലെങ്കിൽ ഒമാനിനെയോ UAE-നെയോ ഒക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ഒരു പ്രതിരോധവുമില്ല. ഈവൻ സൗദി അറേബ്യയ്ക്ക് പോലും പ്രതിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കുവൈറ്റ് അക്രമകാലത്ത് ആ രാജ്യം നേരിട്ട പ്രതിസന്ധി ഇവരുടെ എല്ലാം മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അതിശക്തമായ കരസൈന്യവും ശേഷിയും ഉള്ള രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഇറാൻ ഒരു സൈനികമായ ആക്രമണം നടത്തുമോ എന്നുള്ള ഭയം 1979 ശേഷം ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം പിടികൂടിയിരിക്കുന്നു. അത് അവരുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുർബലമായ രാഷ്ട്രമായ ഇറാൻ മാത്രമേ അവർക്ക് സുരക്ഷിതത്വം നൽകുകയുള്ളൂ. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതിനകത്ത് ഒരു കാര്യം കൂടി ഇനി ആഡ് ചെയ്യാനുള്ളത്, ഇതുവരെ ഹൂത്തികൾ ഈ സംഘർഷത്തിലേക്ക് വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ ഹോർമൂസ് കടലിടുക്ക് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ് ഗൾഫ് ഓഫ് ഏദനെയും അതുപോലെ റെഡ് സിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബാബൽ മന്ദാഫ്, ദി ഗേറ്റ് ഓഫ് ഗ്രീഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറിയ കടലിടുക്ക്. അത് എപ്പോൾ വേണമെങ്കിലും ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ശേഷി ഹൂത്തികൾക്കുണ്ട്. ഹൂത്തികൾ അത് ഇറാൻ്റെ പ്രോക്സിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇന്ത്യൻ ഓഷ്യനിലേക്ക് വരുന്ന അത് ഇൻ്റർനാഷണൽ ഹൈവേ ഓഫ് സീബോൺ ട്രേഡാണ്. ചരിത്രാതീത കാലം മുതലേ തന്നെ സാധനങ്ങളും സേവനങ്ങളും പ്രവഹിച്ച ഒരു ഇൻ്റർനാഷണൽ ഹൈവേ ആണത്. അത് ഈ എരിത്രിയൻ സീ എന്ന് ഗ്രീക്കുകാരൊക്കെ പറയുന്ന ചെങ്കടൽ, ഈ ചെങ്കടലിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യനിലേക്ക് കടന്ന് സൗത്ത് ചൈന സീ വരെ പോകുന്ന സ്റ്റേറ്റ് ഓഫ് മലാക്കയും സ്റ്റേറ്റ് ഓഫ് സിംഗപ്പൂരും ഒക്കെ കടന്ന് സൗത്ത് ചൈന സീയിൽ ലോകത്തിലെ മൊത്തം കപ്പൽ ഗതാഗതത്തിൽ 40% കടന്നു പോകുന്ന മേഖലയാണിത്. അപ്പോൾ ഹോർമൂസ് കടലിടുക്കെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഗൾഫ് ഓഫ് ഏഡനിൽ വന്നിട്ട് അറേബ്യൻ സീ ഇന്ത്യൻ ഓഷ്യനിലേക്ക് തുറക്കുന്നതാണ്. അതേസമയം ഈ ഗേറ്റ് ഓഫ് ഗ്രീഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാബൽ മന്ദാഫ് എന്ന് പറയുന്ന ആ സ്ട്രെയിറ്റ് അതിലേറെ പ്രധാനപ്പെട്ടതാണ്. അത് ഡിസ്റപ്റ്റ് ചെയ്യാൻ ഹൂത്തികൾക്ക് കഴിയുമെന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ഇങ്ങനെ അത് ഡിസ്റപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഗോള സമ്പദ്ഘടനയെ മൊത്തത്തിൽ ബാധിക്കും. വലിയ ഒരു സാങ്കേതികമായ ഒരു ലോക സമ്പദ് രംഗം വലിയ തകർച്ചയിലേക്ക് നീങ്ങും. ഹൂതികൾ തയ്യാറായി നിൽക്കുന്നു എന്ന് ഇപ്പോൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ പ്രഭാകരൻ പലേരി, ഇപ്പോൾ ഇതിൽ നേരിട്ടുള്ള കക്ഷികൾ അമേരിക്കയും ഇസ്രയേലും ഇറാനുമാണ്. പക്ഷേ ഇത്രയധികം രാജ്യങ്ങളെ പിടിച്ചുലച്ച അല്ലെങ്കിൽ ഇത്രയധികം രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഭീഷണി എന്ന നിലയ്ക്കുള്ളൊരു യുദ്ധം ഇതിനു മുമ്പ് ഈ രൂപത്തിലുണ്ടായിട്ടുണ്ടെന്നൊരു സംശയമാണ് ഈ കുറഞ്ഞ കാലയളവിൽ. ഇതുപോലെയുള്ള യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. ഇറാഖും ഇറാനും തമ്മിൽ ഉണ്ടായിരുന്ന ആ 8 വർഷത്തെ യുദ്ധം ഇതിനേക്കാളും ഭീകരമായിരുന്നു. പക്ഷെ നമുക്കതിപ്പോ അതിനെപ്പറ്റി സംസാരിക്കാൻ സാധ്യമല്ല. കാരണം അതൊരു പഴയ കഥയായി മാറിയിരിക്കുന്നു. ആ യുദ്ധത്തിൽ നിന്നാണ് അവസാനം സദാം ഹുസൈന്റെ അവസാനം വരെ വന്നിട്ടുള്ളത്. ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധ സമയത്ത് ഞാൻ ചെറിയ സംഗതികളൊക്കെ മനസ്സിലാക്കിയിരുന്നു അന്ന്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് സദാം ഹുസൈനെ ഒന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, ഒരു വിഭാഗം ജനങ്ങൾക്ക്, പേർഷ്യൻ ഗൾഫിലുള്ള ജനങ്ങൾക്ക് ഇറാനെ നിയന്ത്രിക്കാൻ സദാം ഹുസൈന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വിശേഷണം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ നോക്കുന്നതില്ല. പക്ഷെ ഇവിടെ ഈ യുദ്ധത്തിന് ഇതുപോലെയുള്ള വേറെ യുദ്ധം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണിത്.
അതാണ് 1900 ഞാൻ പറഞ്ഞത് 51 മുതൽ തുടങ്ങിയ യുദ്ധം 79 മാറി മറിഞ്ഞു. ഷാദേസ പഹൽവി പോയപ്പോഴേക്കും അത് മാറി. അതാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിൽ ഇറാഖിന് ഇറാനെയോ ഇറാൻ ഇറാഖിനെയോ ഒന്നും ചെയ്യാൻ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇറാഖിന് ഒരുപാട് കാശ് നഷ്ടമായി. അതായത് സാമ്പത്തികമായി അവർ വളരെ തളർന്നുപോയി. അപ്പോഴാണ് സദ്ദാം ഹുസൈൻ ഒരു ചെറിയ പരിപാടി നോക്കിയത്, അതായത് കുവൈറ്റിനെ ആക്രമിച്ചത്. അത് അദ്ദേഹത്തിന്റെ അവസാന നിലയിലേക്കുള്ള ഒരു വിധി എഴുത്തലായി പോയി. അങ്ങനെയാണ് സദ്ദാം ഹുസൈൻ അവസാനം മരിച്ചുപോയത്. അവിടെ 3 ഘട്ടത്തിലാണ് ഇറാഖ് ഉണ്ടായിരുന്നത്. ഖുദ്സും സുന്നി ഷിയ എന്ന് പറയുന്ന 3 വിഭാഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇപ്പം തുർക്കിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇതൊരു തുടർക്കഥയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പ്രത്യേക ഓരോന്നും വെവ്വേറെയുള്ള യുദ്ധമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് ആ ഭാഗത്ത് നടക്കുന്ന ഒരു പ്രതിക്രിയ, ഒരു തുടർക്കഥ. അത് അവരുടെ തന്നെ വലിയ നഷ്ടത്തിന് കാരണമാകും. ഞാനൊരു കാര്യം പറയാം. ഉദാഹരണമായി ഞാൻ പണ്ട് എത്രയോ ഈ ഭാഗത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ വലത്ത് ഭാഗത്ത് ഇറാനും, പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷത്തൽ അറബ് ഉണ്ട്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് റിവറിൽ കൂടെ വരുന്ന ആ മെസപ്പൊട്ടോമി പഴയ സംസ്കാരത്തിന്റെ ആ കടൽ ചാനലുണ്ട്. അതിന് അടുത്ത ഭാഗത്തുള്ളതാണ് ഇറാഖ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുവൈറ്റ് വരുന്നു. കുവൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യ വരുന്നു, ബഹ്റൈൻ, ഖത്തർ, UAE എന്നൊക്കെ പറയുന്നു അവിടെ. പിന്നീടാണ് നമ്മുടെ മുസണ്ടം പെനിൻസുലയും നമ്മുടെ സുൽത്താനേറ്റ് ഓഫ് ഒമാനും വരുന്നത്. ഈ രാഷ്ട്രങ്ങൾ ഒരു കുളത്തിന്റെ കരയിലിരിക്കുന്ന മാതിരിയുള്ള ഒരു പ്രത്യേകതരം അവസ്ഥയിലാണ്. അതായത് പേർഷ്യൻ ഗൾഫ് നാളെ ഒരു RRC ആയി മാറാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ നോക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്ക് കംപ്ലീറ്റ് നശിച്ചു പോയി കഴിഞ്ഞാൽ, അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റാതെ ഇരുന്നാൽ ഈ പേർഷ്യൻ ഗൾഫ് ഒരു കടലല്ലാതെ മാറും. അതായത് ഇപ്പോൾ RRCയുടെ അവസ്ഥ എത്രയോ വർഷങ്ങൾക്ക് ശേഷം. അതേസമയം തന്നെ അവിടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും അവിടെ കാഡിലാക്ക് കാറിൽ നിന്ന് ഒട്ടകത്തിലേക്ക് പോകും, ക്യാമലിലേക്ക് പോകും എന്നാണ് ഞാൻ പറയുക. അവിടെയാണ് നമ്മൾ ചെങ്കടൽ വരുന്നത്. അദ്ദേഹം സൂചിപ്പിച്ച മാതിരി വളരെ ശരിയാണത്. സൗദി അറേബ്യക്ക് ഒരു വലിയ പൈപ്പ് ലൈൻ അവിടെ ചെങ്കടലിൽ പോകുന്ന പൈപ്പ് ലൈൻ ഉണ്ട്. അതിൽ കൂടെ ഇനി അവർ ക്രൂഡ് ഓയിൽ കടത്തി അത് ചെങ്കടലിൽ നിന്ന് എടുത്ത് ബാബൽ മണ്ഡപിൽ കൂടെ ഇന്ത്യൻ ഓഷനിലേക്ക് വന്ന് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് വരെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ തുടർക്കഥയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു ഗവേഷണം നടത്തണമെങ്കിൽ അങ്ങനെ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി ശരിക്കും പറയാൻ എനിക്ക് സാധ്യമല്ല, കാരണം അത്രയും ഞാൻ പഠിച്ചിട്ടില്ല. അതാണ് ഇനിയും നീളുപോയെന്നുള്ള ആശങ്കയാണല്ലോ നമുക്കുള്ളത്. തീർച്ചയായും ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ 3 F-15 വിമാനങ്ങൾ, ഒരു ഇന്ധന ടാങ്കർ ഇറാഖിൽ തകർന്നു. വിമാനവാഹിനി കപ്പൽ തീപിടിച്ചു. അമേരിക്കയ്ക്കുണ്ടായ നഷ്ടങ്ങളാണ്. A-10 വിമാനങ്ങൾ ജോർഡൻ, ഖത്തറിൽ, UAE എന്നീ മേഖലകളിൽ റഡാറിൽ തകർച്ചയുണ്ട്. ഇങ്ങനെ വലിയ നഷ്ടങ്ങൾ അമേരിക്കയ്ക്കുണ്ടായിട്ടുണ്ട്. ഒരു കരയുദ്ധത്തിന് തയ്യാറാണെങ്കിൽ ഇങ്ങോട്ട് വരൂ എന്നുള്ള വെല്ലുവിളിയും ഇറാൻ നടത്തുകയാണ്. അപ്പോൾ കരയുദ്ധത്തിലേക്ക്, ആ രൂപത്തിൽ നീളുന്ന യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നുണ്ട്? വളരെ കുറവാണ്. കാരണം അമേരിക്കയ്ക്ക് അറിയാം, ഒരു കരയുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഇത്രയും നാളും ഡാമേജ് എക്കണോമിക് ഡാമേജ് മാത്രമായിരുന്നു. പക്ഷേ ഇതിന് ഫിസിക്കൽ ഡാമേജ് കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ട്രംപിനെ ബാധിക്കും. കാരണം ഒരു യുദ്ധവും തുടങ്ങില്ല. ഒരു സൈനികനെ പോലും നമ്മുടെ രാജ്യത്തിന് പുറത്ത് വിടില്ല, ഒരു സൈനികൻ്റെ ചോര പോലും നിങ്ങൾ കാണില്ല എന്ന് പറഞ്ഞ് എലക്ട് ചെയ്യപ്പെട്ട് വന്നൊരു പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കരയുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അത് ഇറാൻ്റെ ഒരു ട്രാപ്പാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും ഖാർഗ് ഐലൻഡ് പോലും പിടിച്ചെടുക്കാൻ ശ്രമിക്കാതിരുന്നത്. കാരണം വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാവും, അത് തീർച്ചയായിട്ടും ബാധിക്കും. മാത്രമല്ല ഇപ്പം തന്നെ ജനങ്ങൾ അസ്വസ്ഥരാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ എക്കോണമി ആയിട്ടുള്ള അമേരിക്ക ഇന്ന് ഏറ്റവും വലിയ കടത്തിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം 38-39 ട്രില്യൺ US$ കടം. $31 ട്രില്യൺ എക്കോണമിയാണ് അമേരിക്ക. അതായത് സ്വന്തം GDP-യുടെ 125% കടം എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനു മുമ്പ് അമേരിക്കയ്ക്ക് ഇത്രയും വലിയ കടം വന്നത് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ്. അപ്പോൾ അവിടെ തന്നെ അദ്ദേഹത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം ചെയ്തത് മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, ഈ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളെല്ലാം കൂടെയാണ് ഇത്രയധികം കടത്തിലേക്ക് എത്തിച്ചത്. ഇനി എനിക്ക് പാകിസ്ഥാനെക്കുറിച്ചും ഒന്ന് പരാമർശിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ സ്റ്റേറ്റസ് എന്താണ്, ഇന്ത്യ നിരാശപ്പെടണം എന്നൊരു ചോദ്യം മുമ്പ് ചോദിച്ചിരുന്നു. അതിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പറയാം,
നമ്മൾ നോർമലി ചിന്തിച്ചാൽ നമുക്കിപ്പോൾ ഒരു രണ്ട് കൂട്ടർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടുപുറത്താണെങ്കിൽ ഒന്നെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും, അല്ലെങ്കിൽ ഒരു ലോക്കൽ പൊളിറ്റീഷ്യനെ വിളിക്കും. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു അയൽക്കാരനെ വിളിക്കും. ഈ അയൽക്കാരനാണ് പാകിസ്ഥാൻ. അതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇതിനു മുമ്പ് അമേരിക്ക എപ്പോഴൊക്കെയാണ് പാകിസ്ഥാനെ സമീപിച്ചിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഒന്ന്, അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ ഇറക്കാനായിട്ട് അഫ്ഗാനിസ്ഥാൻ യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിളിപ്പിച്ചു. കാരണം അവരുമായിട്ടുള്ള ബന്ധം, അടുപ്പം, അയൽക്കാരൻ. ഇറാൻ അയൽക്കാരൻ. അഫ്ഗാനിസ്ഥാനിൽ തന്നെ സോവിയറ്റ് യൂണിയൻ പണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് 1988 പാകിസ്ഥാനെ സമീപിച്ചു. ചൈനയുമായിട്ട് 1971 അമേരിക്ക ബന്ധം അടുപ്പിക്കുന്ന സമയത്ത് പാകിസ്ഥാനെ ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു അയൽക്കാരൻ അഥവാ ഒരു കളിപ്പാവ എന്നുള്ള സ്റ്റേറ്റസ് മാത്രമാണ് പാകിസ്ഥാനുള്ളത്. ഇന്ത്യക്ക് നിരാശപ്പെടേണ്ടതില്ല. പക്ഷേ ഇന്ത്യക്ക് ഇതൊരു അവസരമായിരുന്നു എന്നുള്ളത് അല്ല എന്നൊരിക്കലും വാദിക്കാൻ പറ്റില്ല. കാരണം തീർച്ചയായിട്ടും ഒരു അവസരമായിരുന്നു. ഒരു നെഗോഷിയേഷൻ, ഈ നെഗോഷിയേഷൻ തകരാൻ കാരണം എന്താ? കാരണം ഇതിൻ്റെ അകത്തെ 4 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. 1 അമേരിക്ക, 2 ഇറാൻ, 3 ഇസ്രായേൽ, 4 ഗൾഫ് രാജ്യങ്ങൾ. ഇതിലെ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധം പാകിസ്ഥാനുണ്ട്. ഇസ്രായേലുമായിട്ട് യാതൊരു ബന്ധവുമില്ല, യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. എന്നാൽ ഇന്ത്യ ഈ യുദ്ധം നടക്കുന്നതിന് ഒരു ദിവസം മുന്നേ അവിടെ ചെന്നപ്പോഴത്തേക്കും മാതൃരാജ്യം പിതൃരാജ്യം എന്നൊക്കെ പരസ്പരം വിളിച്ചതാണ്. ആ വിളിയിൽ എന്തെങ്കിലും സത്യമോ അർത്ഥമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകാമായിരുന്നു. ശരിയാണ്, ട്രഡീഷണലി നമ്മൾ ഇൻവോൾവ് ആകാറില്ല, നമ്മുടെ കാര്യത്തിൽ ആരെയും ഇൻവോൾവ് ആക്കാറുമില്ല. പക്ഷേ പോയിരുന്നെങ്കിൽ ഇന്ന് ഒരു ഗ്ലോബൽ പീസ് മേക്കർ എന്നുള്ള സ്റ്റേറ്റസിലേക്ക് ഉയരാൻ ഇന്ത്യക്ക് സാധിച്ചതിന് 4 കൂട്ടരുമായിട്ട് തിരക്കില്ലാത്ത ബന്ധമുണ്ട്. ഇറാന് മേൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇസ്രായേലിന് മേൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്, അമേരിക്കയുമായിട്ട് തിരക്കേടില്ലാത്ത ബന്ധമാണ്. അപ്പോൾ ഈ 4 കൂട്ടരെ ഒരുമിച്ച് കൊണ്ടുപോയി ഒരു അർത്ഥവത്തായ ചർച്ചയിൽ ഒരു കൺക്ലൂഷൻ കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു ഗ്ലോബൽ പീസ് മേക്കർ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് ഒരു സ്റ്റേറ്റസ് തീർച്ചയായിട്ടും കിട്ടിയേനെ. പക്ഷേ അതിൻ്റെ അകത്ത് പല പല വാദങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ വാദം പാകിസ്ഥാന് കിട്ടിയതുകൊണ്ട് ഇന്ത്യ നിരാശപ്പെടേണ്ടതില്ല. പക്ഷേ ഇന്ത്യക്ക് കിട്ടാവുന്ന അവസരമായിരുന്നു. അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്നേക്കുമായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ റെസ്യൂമേയിൽ ഒരു സ്റ്റാമ്പായിരുന്നതിന്. കാരണം ഈ യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണ്? ചൈനയോ റഷ്യയോ ഒന്നുമല്ല, ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ, അതായത് പോപ്പുലേഷൻ വെച്ച് ഏറ്റവും വലിയ രാജ്യമായ നമ്മളെയാണ്. കാരണം LPG ആയാലും LNG ആയാലും ഡീസൽ ആയാലും പെട്രോൾ ആയാലും ഫെർട്ടിലൈസർ ആയാലും റെമിറ്റൻസസ് ആയാലും എല്ലാം ബാധിക്കാൻ പോകുന്നത് ഏകദേശം 150 കോടി ഇന്ത്യയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ഞങ്ങൾ മുൻകൈ എടുത്ത് പതിവ് ഒരു ചർച്ച എന്ന് പറയുന്ന അല്ലെങ്കിൽ ചമ്മൽ കാണിക്കേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, വളരെ നന്ദി സാം. ഡോക്ടർ PJ വിൻസൻ, ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ പ്രഭാകരൻ പലേരി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.